أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ജനിച്ചാലൊരിക്കൽ മരണം പിടികൂടും, മരിച്ചാലുടനടി കബറിൽ മറമാടും. മനുഷ്യ നീ അറിയുമോ കബറിലെ യാതന? മരിച്ചാൽ തുടങ്ങുമീ നിലക്കാത്ത വേദന. മനുഷ്യ നീ അറിയുമോ കബറിലെ യാതന? മരിച്ചാൽ തുടങ്ങുമീ നിലക്കാത്ത വേദന. ജനിച്ചാലൊരിക്കൽ മരണം പിടികൂടും, മരിച്ചാലുടനടി ഖബറിൽ മറമാടും. റൂഹകലും കൊടും വേദനകൾ, ദാഹമായിഴയും എൻ ചേതനകൾ. ഈ ലോക സൗഖ്യത്തിൽ നീതി തൊടിച്ചു ഞാൻ, ഏക ഇലാഹിനെ ഓർത്തില്ല. റൂഹകലും കൊടും വേദനകൾ, ദാഹമായിഴയും എൻ ചേതനകൾ. ഈ ലോക സൗഖ്യത്തിൽ നീന്തി തുടിച്ചു ഞാൻ, ഏക ഇലാഹിനെ ഓർത്തില്ല. തരുമോ ഇനിയൊരു നിമിഷം നീ തഖ്വയിൽ നാദനിലായലിയാൻ? തരുമോ ഇനിയൊരു നിമിഷം നീ തഖ്വയിൽ നാദനിലായലിയാൻ? ജനിച്ചാലൊരിക്കൽ മരണം പിടികൂടും, മരിച്ചാലുടനടി ഖബറിൽ മറമാടും. മനുഷ്യ നീ അറിയുമോ ഖബറിലെ യാതന? മരിച്ചാൽ തുടങ്ങുമീ നിലക്കാത്ത വേദന. മനുഷ്യ നീ അറിയുമോ ഖബറിലെ യാതന? മരിച്ചാൽ തുടങ്ങുമീ നിലക്കാത്ത വേദന. ജനിച്ചാലൊരിക്കൽ മരണം പിടികൂടും, മരിച്ചാലുടനടി ഖബറിൽ മറമാടും. വരവായി ചോദ്യത്തിൻ കാവൽക്കാർ, തിരിവായി നന്മകൾ തിന്മകളും. വരവായി ചോദ്യത്തിൻ കാവൽക്കാർ, തിരിവായി നന്മകൾ തിന്മകളും. തരുമോ ഇനിയൊരു നിമിഷം നീ തഖ്വയിൽ നാദനിലായലിയാൻ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ്, ഫഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ്
وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരുമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ നമ്മെ സഹായിക്കുവാനോ സംരക്ഷിക്കുവാനോ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ ആവശ്യമായ സൽക്കർമ്മങ്ങൾ ജീവിതത്തിലെമ്പാടും വർദ്ധിപ്പിക്കണമെന്നും അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ചെറുതും വലുതുമായ മുഴുവൻ കുറ്റകൃത്യങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് രാവിലെ യാത്രക്കിറങ്ങും മുമ്പ് പ്രധാന വാർത്തകൾ വല്ലതുമുണ്ടോ എന്നറിയാൻ ടെലിവിഷനിലെ വാർത്താ ചാനൽ തുറന്നപ്പോ കണ്ടത് പകച്ചു നിൽക്കുന്ന കുറെ മുഖങ്ങളാണ്. തോരാതെ പെയ്യുന്ന മഴയിൽ ഡാമിലേക്ക് ഒലിച്ചു വരുന്ന സകല കണക്കും തെറ്റിക്കുന്ന ജലപ്രവാഹം, രാവും പകലും കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി, സ്വന്തം വീട്ടിൽ രാത്രി കിടക്കുന്നത് വാതിലടക്കാതെയാണത്രേ. ഏത് സമയത്താണ് ഇറങ്ങി ഓടേണ്ടത് എന്നറിയില്ല. സ്വന്തം മക്കളെ എവിടെ കടത്തണമെന്നറിയാതെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ എവിടെ കടത്തും? കൂടെ കടത്തിയാൽ നേരം പുലരുമ്പോൾ ആരാണ് ബാക്കിയുണ്ടാവുക എന്നറിയാതെ അന്തിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം. ആഞ്ഞടിക്കുന്ന കാറ്റും തിമിർത്തു പെയ്യുന്ന മഴയും തലക്കുമീതെ ഉയർന്നു നിൽക്കുന്ന ഏത് സമയത്തും പൊട്ടിപ്പോകാവുന്ന ഒരു ഡാമിന് കീഴെ 30 ലക്ഷം ജനങ്ങൾ, 30 ലക്ഷം ജനങ്ങൾ അല്ലേ? നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് 10,000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കഥയല്ല ഇത്. നല്ല വേഗതയുള്ള ഒരു കാറുണ്ടെങ്കിൽ 3 അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ കഴിയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. നമ്മളെത്ര ഭാഗ്യവാന്മാരാ നോക്ക്. രാവിലെ മുതൽ കത്തിജ്വലിക്കുന്ന സൂര്യന് കീഴെ വിയർത്തിരിക്കേണ്ട ഈ പന്തലിൽ ഒരു ഫാന് പോലും കറങ്ങുന്നില്ല. കാറ്റ് ഫ്രീ ആണ് അല്ലേ? വൈകുന്നേരം വരെ ഇവിടെ പ്രസംഗം കേട്ടിരുന്നാൽ വീട്ടിൽ കുട്ടികൾ വിശന്നിട്ട് ചുമര് കയറും എന്ന പേടി നമുക്കാർക്കില്ല. ഉച്ചക്ക് കിട്ടുന്ന ഭക്ഷണം എത്രയാണ് തിന്നാൻ കഴിയുക എന്നതിനെ കുറിച്ചേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. യഥേഷ്ടം കിട്ടും. പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, കഷ്ടപ്പാടുകളില്ല, ദുരിതങ്ങളില്ല, ദുരന്തങ്ങളില്ല, ദുഃഖങ്ങളില്ല. ലോകത്ത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന് വിധേയരായ ഒരു ജനവിഭാഗമാകുന്നു നമ്മൾ എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. ഏതെല്ലാം തരത്തിൽ വേദനിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത്. കുറച്ചു മുമ്പ് ഇതേപോലെ രാവിലെ ടെലിവിഷൻ തുറന്നപ്പോ തുർക്കിയിൽ നിന്നുള്ള ഒരു രംഗം, തുർക്കിയിലൊരു ഭൂകമ്പം. പുലരാൻ നേരത്ത് വീട്ടിൽ നിന്നും ഓടിയിറങ്ങി, ബാപ്പയും ഉമ്മയും ഓടിയിറങ്ങി പുറത്തേക്ക്. അവരുടെ വീട് തകർന്നുപോയി. ഓടിയിറങ്ങിയ ബാപ്പയും ഉമ്മയും ആ വീടിന് ചുറ്റും നടക്കുന്നു. യാ മുഹമ്മദ്, യാ മുഹമ്മദ്, അവർ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്.
ഭാഷ അറിയുന്നവർക്ക് മനസ്സിലാകും. അവർ വിളിക്കുന്ന മുഹമ്മദ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല. പെട്ടെന്ന് ഓടി പുറത്തേക്ക് വന്ന് നോക്കിയപ്പോ തകർന്നു വീണ വീടിന്റെ ശബ്ദം, ചെകിടടപ്പിക്കുന്ന ശബ്ദത്തിന് ശേഷം വീട്ടിലുള്ളവർ ഒത്തുകൂടിയപ്പോൾ കുട്ടിയെ കാണാനില്ല, മുഹമ്മദ് അവനെ കാണാനില്ല. തിരയുകയാണ് വീട്ടുകാരൊക്കെ, മുഹമ്മദ് മുഹമ്മദ് ഫൈൻ ഫൈൻ മുഹമ്മദ്, മുഹമ്മദിനെ കാണാനില്ല. അവസാനം വീടിന്റെ സ്ഥാനത്ത് മുഹമ്മദ് കടന്നിരുന്ന മുറിയുടെ ഭാഗത്തോളം ആ ഉമ്മയും ബാപ്പയും ഓടിച്ചെന്നു. അത് തകർന്ന് തരിപ്പിടമായിരിക്കുന്നു, നിലത്തോട് ഭൂമിയോട് ചേർന്നിരിക്കുന്നു. ആ തകർന്നു വീണ വീട്ടിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മകനും ആ വീടിനോടുകൂടി തകർന്നു പോയിരിക്കുന്നു എന്ന ദുഃഖം മനസ്സിലാക്കിയപ്പോൾ ആ ഉമ്മ ആ പിതാവിനെ കെട്ടിപ്പിടിച്ചു, തളർന്നു വീണു. സങ്കടകരമായ ഒരു രംഗം. ജീവിതത്തിൽ പല രൂപത്തിലാണ് ദുരന്തങ്ങളും ദുരിതങ്ങളും മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സർവ്വസുഖത്തോടുകൂടി സർവ്വ ഐശ്വര്യത്തോടുകൂടി നമ്മൾ വാണരുളിക്കൊണ്ടിരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് വെള്ളിയാഴ്ച കത്തുമായിട്ട് ഒരാൾ പള്ളിയിൽ വന്നു, സഹായം വേണമത്രേ. ഞാൻ അയാളുടെ ശരീരത്തിലേക്ക് നോക്കി. ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ. നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത്? നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൂടെ? അയാൾ പറഞ്ഞു, നിങ്ങൾ ആ കത്തൊന്ന് വായിക്കണം. ഞാൻ ആ കത്ത് വായിച്ചു. അയാൾ ശരീരത്തിൽ നിന്ന് മൂത്രം പോകാത്തതിന്റെ പേരിൽ ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, വലിയ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. ഈ രോഗം വന്നതിൽ പിന്നെ അയാൾക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അയാൾക്ക് മൂത്രമൊഴിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അയാളുടെ കുടുംബം പോലും പട്ടിണിയായിരിക്കുന്നു. അതുകൊണ്ട് സഹായം വേണം അല്ലേ? നമുക്കൊക്കെ മൂത്രമൊഴിക്കാൻ ഒരു കുറ്റിപ്പൊന്തന്റെ മറവ് കിട്ടിയാൽ മതി, 5 പൈസന്റെ ചെലവ് വേണ്ട. പക്ഷെ നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച്, അല്ലാഹു നമ്മളോട് കാണിക്കുന്ന അതിരറ്റ സ്നേഹത്തെ കുറിച്ച്, നമ്മളോട് കാണിക്കുന്ന കാരുണ്യത്തെ കുറിച്ച്. ഈ ആമുഖത്തോടുകൂടി എനിക്ക് എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാഹുവിന്റെ അടിമയായി ഈ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചവരാണ് നമ്മൾ. ആ ജീവിതം ഏത് രൂപത്തിലാവണം നമ്മൾ നയിക്കേണ്ടത് എന്ന് നമ്മുടെ സൃഷ്ടാവ് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. ആ സൃഷ്ടാവ് പഠിപ്പിച്ചു തന്ന രൂപത്തിൽ ഈ ലോകത്ത് ജീവിച്ച് സൃഷ്ടാവ് അനുവദിച്ച ജീവിതകാലം ജീവിച്ചു തീർത്ത് അവൻ വിളിക്കുമ്പോൾ അവന്റെ മുമ്പിലേക്ക് യാത്രയാകേണ്ടവരാകുന്നു നമ്മൾ. വളരെ കുറഞ്ഞ ഒരു ജീവിതകാലം അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചത് നമ്മളെ പരിശോധിക്കുവാനും നമ്മളെ പരീക്ഷിക്കുവാനും വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. എന്തിനാ നമ്മൾ ഈ ലോകത്ത് വന്നത്? ഡോക്ടർ ആവാനാ, എഞ്ചിനീയർ ആവാനാ, മന്ത്രി ആവാനാ, പണക്കാരനാവാനാ, വക്കീലാവാനാ? എന്തിനാ നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത്? നമുക്ക് ഡോക്ടർ ആവാം, നമുക്ക് എഞ്ചിനീയർ ആവാം, നമുക്ക് മന്ത്രിയാവാം, നമുക്ക് ഭരണാധികാരിയാവാം, നമുക്ക് അധ്യാപകനാവാം, നമുക്ക് ആരുമാവാം. പക്ഷേ അതിന്റെ മുമ്പ് നമ്മൾ ആയിത്തീരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തെ കുറിച്ച്, യോഗ്യതയെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. സൂറത്തുൽ മുൽക്ക് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയ സൂറത്ത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ഒരു വലിയ സത്യം നമുക്ക് പഠിപ്പിച്ചു തരിക. ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാർക്കറിയാത്ത ഒരു സത്യം. എന്തിനാണ് മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് ലോകത്തിലെ ബുദ്ധിയുണ്ട് എന്ന് അഭിനയിക്കുന്ന ബുദ്ധിജീവികളോട് ചോദിക്കുക. അവർ പറയും, ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി വന്നവരാ, മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല. ജീവിതത്തിന്റെ സമയം കഴിയുമ്പോൾ പുഴുവിനെ പോലെ, പട്ടിയെ പോലെ, പ്രാണിയെ പോലെ, പക്ഷിയെ പോലെ മരിച്ച് മണ്ണടിയേണ്ടവനാണ് മനുഷ്യൻ. അവന്റെ ജീവിതത്തിന് മറ്റു ലക്ഷ്യങ്ങളില്ല എന്ന് അവർ പറയും. പക്ഷേ എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണ് എന്റെ റബ്ബ് എനിക്ക് തന്നത്. എന്റെ സഹോദരന്മാരും എന്റെ സഹോദരിമാരും അത് മനസ്സിലാക്കുക. എന്തിനാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത്, എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, ഈ 2 ഉത്തരങ്ങളെയും താരതമ്യപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. എന്തിനാണ് അവൻ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്? അവനാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചത്.
ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ജീവിതകാലം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവനാകുന്നു. ആര്? നിങ്ങളുടെ റബ്ബായ അല്ലാഹു ആകുന്നു. എന്തിനാണത്? ലിയബ്ലുവക്കും. ആ വാക്ക് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക. ലിയബ്ലുവക്കും. ഡോക്ടറായി കോടീശ്വരനാവാനോ, സ്വർഗത്തിന് തുല്യമായ വീടുകൾ പണിയാനോ, ഈ ലോകത്ത് സുഭിക്ഷമായ ജീവിതം നയിക്കുവാനോ ഇതിനൊക്കെയാണോ റബ്ബ് സൃഷ്ടിച്ചത്? അല്ല. ലിയബ്ലുവക്കും. നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി, പരിശോധിക്കുവാൻ വേണ്ടി. എന്താണ് പരിശോധിക്കുന്നത്? നിങ്ങളിൽ ആരാണ് ബുദ്ധിമാൻ, ആരാണ് ബുദ്ധിയില്ലാത്തവൻ, ആരാണ് വിവരമുള്ളവൻ, ആരാണ് വിവരമില്ലാത്തവൻ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണോ? അല്ല. എന്താണ് പരിശോധിക്കുന്നത്? അയ്യുക്കും. നിങ്ങളിൽ ആരാണ്? ലോകത്തിലെ കോടിക്കണക്കിന് 700 കോടിയിലേറെ വരുന്ന ഈ മനുഷ്യർക്കിടയിൽ അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സനു അമല, പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ആരാണ് നന്നായി ജീവിക്കുന്നത്? ആരാണ് സൃഷ്ടാവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കുന്നത്? ആരാണ് എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാകുന്നു ഈ ജീവിതം അള്ളാഹു നിങ്ങൾക്ക് തന്നത്. സഹോദരന്മാർ മനസ്സിലാക്കണം, നാളെ നമ്മുടെ ഈ നൈമിഷികമായ ജീവിതം എന്ന് പറഞ്ഞാൽ അത് തീർത്തും നൈമിഷികം തന്നെയാണ്. ലോകത്ത് ഇത്രയും ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സാധനം വേറെയില്ല, അല്ലേ? 10 ഉറുപ്പികക്ക് പെട്ടിക്കടയിൽ നിന്ന് ഒരു പേന വാങ്ങിയുമ്പോ ആ കടക്കാരനോട് ഞാൻ ചോദിക്കും, ഈ പേന എഴുതും, നല്ല പേനയാണ്. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നോക്കിയിട്ട് എന്റെ കുട്ടികൾ നാളെ മദ്രസയിൽ പോയിട്ട് എഴുതുകയില്ല എന്ന് പറഞ്ഞ് ഈ പേന തിരികെ കൊണ്ടുവന്നാൽ ഞാൻ എന്തു ചെയ്യണം? കടക്കാരൻ പറഞ്ഞു, ഒരു മടിയും കാണിക്കണ്ട, ഇവിടെ കൊണ്ടുവന്നാ മതി, ഞാൻ മാറ്റിത്തരാം. 10 ഉറുപ്പികന്റെ പേനക്ക് അയാൾ ഗ്യാരണ്ടി തന്നു. എഴുതുന്നില്ലെങ്കിൽ പേന അയാൾ മാറ്റിത്തരുമെന്ന് ആ സ്പോട്ടിൽ വെച്ച് അയാൾ എനിക്ക് ഗ്യാരണ്ടി തന്നു. പക്ഷേ ഈ ലോകത്ത് ജനിച്ചു വീണ നമുക്ക് ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചു എന്ന് ആഹ്ലാദിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ഒരു സെക്കൻഡിന്റെ ഗ്യാരണ്ടി എങ്കിലും ആരെങ്കിലും തന്നിട്ടുണ്ടോ സുഹൃത്തെ? ഏത് സമയത്ത് എപ്പോഴാണ് അവസാനിക്കുക എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? ഞാൻ ഒരിക്കൽ ആലുവയിലേക്ക് എറണാകുളത്തേക്ക് പോകുമ്പോ ഒരു വലിയ ജനക്കൂട്ടത്തിനെ കണ്ടു റെയിൽവേ സ്റ്റേഷനിൽ. അവർ റെയിൽവേ സ്റ്റേഷന്റെ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെയും തീവണ്ടിയുടെയും ഇടയിൽ നിന്ന് വെള്ളത്തുണി ഉടുത്ത വെള്ളക്കുപ്പായമെടുത്ത ഒരാളെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ചോരയിൽ കുതിർന്നിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല. ഞാൻ പോയി. അന്ന് വൈകുന്നേരത്തെ വാർത്തയിൽ ഞാൻ ആ വലിച്ചെടുക്കുന്ന ആ വ്യക്തി ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരുപക്ഷെ കേരളത്തിൽ ജീവിച്ച പണത്തിന് പഞ്ഞമില്ലാതിരുന്ന വ്യാവസായിക സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥൻ. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, പട്ടാമ്പിയിൽ വീരമണി ടെക്സ്റ്റൈൽസ് ഒരു സാമ്രാജ്യമാണത്. നടന്നാൽ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തെത്താൻ സമയമെടുക്കുന്ന വിശാലമായ വസ്ത്ര സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥനാണ് സുഹൃത്തിനെ യാത്രയച്ച് തീവണ്ടിയിൽ നിന്ന് തന്റെ സുഹൃത്തിന് കൈ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കാല് തന്നെ പ്ലാറ്റ്ഫോമിന്റെയും തീവണ്ടിയുടെയും ഇടയിലേക്ക് വീണ് സെക്കൻഡ് കൊണ്ട് ചരിത്രമായി മാറിയത്. നമ്മളൊക്കെ വിചാരിക്കുന്നു നമ്മളൊക്കെ ആരൊക്കെയോ ആണ്, നമ്മളൊക്കെ എന്തൊക്കെയോ ആണ്, നമുക്കെല്ലാം ഉണ്ട്. എന്ത് സംഭവിച്ചാലും അതിനെ അതിജീവിക്കുവാനും അതിനെ അതിജയിക്കുവാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ത്രാണിയും സംവിധാനങ്ങളും അനുഭാവികളും കുടുംബങ്ങളും പണവും അധികാരവും നമുക്കുണ്ട് എന്ന് നമ്മൾ അഹങ്കരിക്കുന്നു. പക്ഷേ അള്ളാഹുവിന്റെ വിധിക്ക് മുമ്പിൽ, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ പുൽക്കൊടികളുടെ പോലും സ്ഥാനമില്ലാത്ത വിധം നിസ്സാരന്മാരാണ് നമ്മളെന്ന് തിരിച്ചറിയണം നമ്മൾ. ഇന്ത്യ രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാതായി. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ ഹെലികോപ്റ്റർ അടക്കം കാണാതായി. തെരഞ്ഞു. ഒരു മിനിറ്റോ ഒരു മണിക്കൂറോ അല്ല, ദിവസങ്ങൾ തെരഞ്ഞു. ഏതാ ഇന്ത്യ രാജ്യം? ലോകത്ത് സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യത്തിൽ മറ്റേത് രാജ്യത്തിനേക്കാൾ മികച്ചു നിൽക്കുന്ന, സാമ്പത്തികമായി സാങ്കേതികമായി അഭിവൃദ്ധി നേടിയ, അഭിമാനത്തോടുകൂടി നമുക്ക് നെളിഞ്ഞു നിന്ന് പറയാൻ സാധിക്കുന്ന പുരോഗതിയുടെ രാജ്യമാണ് നമ്മുടെ രാജ്യം, അല്ലേ? ഒരുപക്ഷെ ലോകത്ത് അമേരിക്കയും ചൈനയും അടക്കമുള്ള ലോകത്തിലെ പുരോഗമിച്ച രാജ്യങ്ങളെ എണ്ണുമ്പോൾ 5ാമതായിട്ട് 6ാമതായിട്ട് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വളർച്ചകളെ ലോകം എണ്ണും. അത്രയും വളർന്ന ഒരു രാജ്യത്തിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഹെലികോപ്റ്റർ അടക്കം, തുണി തുന്നുന്ന സൂചിയല്ല കാണാതായത്, കീശയിലെ പേനയല്ല കാണാതായത്,
സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഹെലികോപ്റ്റർ അടക്കം കാണാതായിട്ട് 5 ദിവസം ഒരു രാജ്യത്തിന്റെ സംവിധാനം മുഴുവനും അരിച്ചു പെറുക്കി തെരഞ്ഞിട്ട് അവസാനം കണ്ടുകിട്ടിയത് എന്താ? നിങ്ങൾ കുപ്പായത്തിന്റെ ശീല, ഇതന്നെ മൂപ്പരിട്ടിന്റെ കുപ്പായം, എന്നാ മൂപ്പരന്നെ അല്ലേ? അല്ലാതെ എന്താ കിട്ടിയത്? മനുഷ്യന്റെ നിസ്സാരത. എത്രമാത്രം നിസ്സഹായനാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ മനുഷ്യന്റെ സ്ഥാനമെന്ന് സംഭവങ്ങൾ നമുക്ക് സൂചിപ്പിച്ചു തരുന്നു അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തേ, നമുക്ക് അഹങ്കരിക്കുവാനോ നമുക്ക് സുഖിക്കുവാനോ നമുക്ക് ആനന്ദിക്കുവാനോ അല്ല അല്ലാഹു തആല ഇത്രയും ധന്യമായ ഒരു ജീവിതം നമുക്ക് തന്നത്. ലിയബ്ലുവക്കും, ഒരു വ്യക്തി എന്ന രൂപത്തിൽ, ഒരു വ്യക്തി എന്ന നിലക്ക് ഈ ലോകത്ത് നമ്മുടെ ഉത്തരവാദിത്തം എന്ത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലിയബ്ലുവക്കും, നമ്മൾ എന്തിനാ ഈ ലോകത്തിലേക്ക് വന്നത്? നമ്മളൊക്കെ ഒരു പരീക്ഷാ ഹാളിലാണ്. നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നമ്മളെല്ലാവരും ഒരു പരീക്ഷാ ഹാളിലാ. എന്ന് മുതൽ കയറിയതാ ഈ പരീക്ഷാ ഹാളിലേക്ക്? എന്ന് മുതൽ കയറിയതാ അറിയോ? പ്രായപൂർത്തിയായത് മുതൽ പ്രായപൂർത്തിയായ 1ാമത്തെ സെക്കൻഡ് മുതൽ നമ്മളിതാ ഈ പരീക്ഷാ ഹാളിലേക്ക് കയറിയിരിക്കുന്നു, ഈ ഭൂമി എന്ന പരീക്ഷാ ഹാളിലേക്ക്. പിന്നെ പരീക്ഷയില്ല. എപ്പോഴാ ഈ പരീക്ഷ തീരുക? എപ്പോഴാണ് പ്യൂണ് പരീക്ഷ കഴിഞ്ഞ് ബെല്ലടിക്കുക? അത് മലക്കുൽ മൗത്ത് നമ്മളെ തേടി വരുമ്പോ അതുവരെ നമ്മൾ പരീക്ഷയില്ല. എന്താണ് ആ പരീക്ഷയിൽ നിരീക്ഷിക്കുന്നത്? എന്താണ് ആ പരീക്ഷയിൽ പരീക്ഷിക്കുന്നത് എന്നറിയുമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നന്മകൾ ചെയ്യുന്നു, നമ്മൾ എന്ത് തിന്മകൾ ചെയ്യുന്നു, അതാണ് പരിശോധിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ ചെയ്യുന്നത് നന്മയാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തിന്മയാവാം. ചെയ്യുന്നത് നന്മയാണെങ്കിൽ അനശ്വരമായ സ്വർഗവും, ചെയ്യുന്നത് തിന്മയാണെങ്കിൽ സങ്കല്പിക്കാനാവാത്ത ശിക്ഷയുടെ ലോകമായ നരകവും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആയി നൽകുമെന്ന് നമ്മുടെ സൃഷ്ടാവായ തമ്പുരാൻ നമുക്ക് വാക്ക് നൽകിയിരിക്കുന്നു. നമുക്കതിൽ സംശയമില്ല. ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും, ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും, പരസ്യ ജീവിതത്തിൽ മാത്രമല്ല, പള്ളിയിലായിരിക്കുമ്പോൾ മാത്രമല്ല, മതപ്രസംഗത്തിന്റെ സദസ്സുകളിലോ വേദികളിലോ ആയിരിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന പ്രപഞ്ച സൃഷ്ടാവായ പടച്ച തമ്പുരാനാണ് നമ്മളെ പരീക്ഷിക്കുന്നത് എന്നും ഒരു സെക്കൻഡ് പോലും ആ തമ്പുരാന്റെ കണ്ണിൽ നിന്ന് മാറി നിൽക്കാൻ, അവന്റെ രേഖകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 സമയത്തല്ലാതെ ഒരു മനുഷ്യൻ ചെയ്യുന്ന സകല കർമ്മങ്ങളും രേഖപ്പെടുത്തപ്പെടും, ഒന്നുകിൽ നന്മയായി അല്ലെങ്കിൽ തിന്മയായി. ഏതാണ് ഈ 3 സമയം എന്നറിയോ? ഒന്ന്, ശ്രദ്ധിക്കുക, ഒന്ന് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്. പ്രായപൂർത്തിയായിട്ടില്ലാത്ത, വകതിരിവില്ലാത്ത കൊച്ചുകുട്ടികൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ അവരുടെ വാക്കുകളോ പ്രവർത്തികളോ അവരുടെ നാളുകളെ തീരുമാനിക്കാനുള്ള രേഖയായി അല്ലാഹു തആല രേഖപ്പെടുത്തുകയില്ല. അവർ കൊച്ചുകുട്ടികളാ. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്. മനുഷ്യന്റെ ബുദ്ധി, ആ ബുദ്ധി പ്രവർത്തിക്കാതെ അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൻ ചെയ്യുന്ന വാക്കുകളോ അവന്റെ പ്രവർത്തനങ്ങളോ അവന്റെ സ്വർഗ്ഗനരകങ്ങളെ നിശ്ചയിക്കുവാനുള്ള മാനദണ്ഡമായി അല്ലാഹു തആല രേഖപ്പെടുത്തുന്നില്ല. മൂന്നാമത്തേതായിട്ട് പ്രവാചകൻ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ അവന്റെ ബുദ്ധി മാറിപ്പോയാൽ, അവന് ഭ്രാന്തായാൽ, അവന്റെ ബുദ്ധി അവന് നഷ്ടപ്പെട്ടാൽ, ആ ബുദ്ധിയില്ലാത്ത മനുഷ്യന്റെ വാക്കുകളോ പ്രവർത്തികളോ അവന്റെ സ്വർഗ്ഗനരകങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതല്ലാത്ത സമയങ്ങളിൽ, പ്രായപൂർത്തിയായത് മുതൽ ഉറങ്ങിക്കിടക്കാത്ത അവസരത്തിൽ സ്വബോധത്തോടുകൂടി ജീവിക്കുന്ന ആണും പെണ്ണും, ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും, വൃദ്ധന്മാരും വൃദ്ധകളും, എല്ലാവരും ഭരണാധികാരികളും പ്രജകളും, പണമുള്ളവനും പാവപ്പെട്ടവനും, വിവരമുള്ളവനും വിവരമില്ലാത്തവനും, സമൂഹത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ മനുഷ്യനായി ജീവിക്കുന്നുവോ അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നു. എന്തിനാണെന്നറിയോ? നാളെ അവന്റെ ജീവിതത്തിന്റെ സന്തോഷവും ദുഃഖവും തീരുമാനിക്കാൻ. അല്ലേ? നോക്കൂ നിങ്ങൾ, നാളെ കുറെ ആളുകൾ നരകത്തിലെത്തി, കുറെ ആളുകൾ സ്വർഗത്തിലെത്തി. അപ്പൊ ഈ നരകത്തിലെത്തിയ മനുഷ്യന്മാരെ ഇടക്കിടക്ക് ഈ സ്വർഗത്തിലെത്തിയ മനുഷ്യന്മാർക്ക് ഇങ്ങനെ കാണാനൊരു ഭാഗ്യം കിട്ടുക. നിങ്ങൾ തിന്മ ചെയ്തിരുന്നുവെങ്കിൽ ആ നരകത്തിലായിരുന്നു എത്തുക, പക്ഷേ നിങ്ങൾ നന്മ ചെയ്തത് കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തന്നിരിക്കുന്നു എന്ന് സ്വർഗവാസികളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹു അവർക്ക് ഇടക്കിടക്ക് നരകത്തിലെ മനുഷ്യന്മാരങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആ സ്വർഗത്തിലുള്ള ആളുകൾ നരകത്തിലുള്ള ആളുകളോട് ചോദിക്കുമത്രേ. ഒപ്പം ഒരു നാട്ടിൽ ഒന്നിച്ച് ജീവിച്ച് കണ്ട് പരിചയമുള്ള മുഖങ്ങളാണ് നരകത്തിൽ കാണുന്നത്. അവർ ചോദിക്കുമത്രേ, മാ സലകകും ഫീ സഖർ,
മാ സലക്കക്കും ഫീ സഖർ, അല്ല കൂട്ടരെ നിങ്ങൾ എങ്ങനെ ഈ നരകത്തിലെത്തി, എങ്ങനെയാണ് നിങ്ങൾ ഈ നരകത്തിലെത്തിയത്, ഈ ഇത്രമാത്രം നിർഭാഗ്യവാന്മാരായി മാറാൻ എന്ത് കാരണമാണുള്ളത്? അപ്പോൾ നരകവാസികളുടെ മറുപടി എന്താ? ഞങ്ങൾക്കറിയില്ല, ഞങ്ങളെ പടച്ചോൻ കൊണ്ടുവന്ന് ഈ നരകത്തിലിട്ടതാണ്, എന്തിനാണ് ഞങ്ങൾക്കറിയില്ല എന്നല്ല അവർ മറുപടി പറയുന്നത്. ആ നരകത്തിലുള്ള മനുഷ്യന്മാർ കൃത്യമായ മറുപടി കൊടുക്കുന്നു. അവർക്ക് എന്താ പറഞ്ഞ? ഖാലൂ, ആ നരകവാസികൾ പറയും, ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നരകത്തിലെത്താനുള്ള കാരണം എന്താ അറിയോ? പരീക്ഷയ്ക്ക് മാർക്കില്ലാത്തതോ ആരോഗ്യമില്ലാത്തതോ പണമില്ലാത്തതോ എന്തായിരുന്നു ഞങ്ങളെ നരകത്തിലെത്തിച്ച ഒന്നാമത്തെ കാരണം എന്നറിയോ? ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു. എല്ലാ കാര്യത്തിനും ഞങ്ങൾ മുമ്പിലുണ്ടായിരുന്നു, എല്ലാത്തിനും ഞങ്ങൾ ഉണ്ടായിരുന്നു. പണം ചെലവഴിക്കാനും എന്തിനും ഞങ്ങൾ ഉഷാറായിരുന്നു. പക്ഷേ ബാങ്ക് കൊടുത്ത് നിങ്ങൾ നിസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ ചോറ് തിന്നാൻ വേണ്ടി വീട്ടിലേക്ക് പോകുമായിരുന്നു. നിങ്ങൾ നിസ്കരിക്കുവാൻ വേണ്ടി രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ തണുപ്പകറ്റുവാൻ വേണ്ടി പുതപ്പിന്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങിയിരുന്നു. മാ സലക്കക്കും ഫീ സഖർ ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു. ഞങ്ങൾ സാധുക്കൾക്ക് വിശക്കുന്നവന് അന്നം കൊടുക്കാറില്ലായിരുന്നു. ലോകത്തിലെ മനുഷ്യന്മാർ തിന്മയുടെ പിന്നാലെ ഒഴുകിപ്പോയപ്പോൾ ഞങ്ങളും ആ മനുഷ്യന്മാരുടെ പൊതുവായ ഒഴുക്കിന്റെ കൂടെ ഞങ്ങളും ഒഴുകിപ്പോവുകയായിരുന്നു എന്ന് ആ നരകവാസികൾ ഉറപ്പോടുകൂടി തങ്ങൾക്ക് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണം ഇതാണ് എന്ന തിരിച്ചറിവോടുകൂടി അവർ വിളിച്ചു പറയുമെന്ന് വിശുദ്ധ ഖുർആനാണ് സഹോദരന്മാരെ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എന്റെ വിഷയത്തിന്റെ 1/3 അഥവാ വ്യക്തി എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് അവസാനമായി ബോധ്യപ്പെടുത്താനുള്ളത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതം, കുടുംബമല്ല, കുട്ടികളല്ല, പ്രസ്ഥാനമല്ല, സമുദായമല്ല, ജനക്കൂട്ടമല്ല, ഓരോരുത്തരും ഞാൻ എന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ആ ഓരോരുത്തരെ ചൂണ്ടിക്കൊണ്ട് പറയട്ടെ, ശ്രദ്ധിക്കുക, അല്ലാഹു തആല പരിശോധിക്കുന്നത് എന്നെയാണ്, നമ്മളെ ഓരോരുത്തരെയുമാണ്. നമ്മുടെ പ്രസ്ഥാനത്തെ വിളിച്ചുകൂട്ടി ആ പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളുടെ കൺമുമ്പിൽ വെച്ചല്ല നമ്മുടെ വിചാരണ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് നോക്കിയല്ല നമ്മുടെ വിചാരണ. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയുടെ അടയാളങ്ങൾ വെച്ചുകൊണ്ടല്ല നമ്മുടെ വിചാരണ. അതൊക്കെ എന്തോ ആയിക്കൊള്ളട്ടെ, അല്ലാഹു തആല വിചാരണ ചെയ്യുന്നത് നമ്മുടെ കർമ്മങ്ങളെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ്. നമ്മുടെ കർമ്മങ്ങളെ മാത്രം. എന്റെ ബാപ്പ വളരെ നല്ല മനുഷ്യനായിരുന്നു, ഒരു വക്ത് നിസ്കാരം ഒഴിവാക്കാത്ത, സകാത്ത് കൊടുക്കുന്ന, സദക്ക കൊടുക്കുന്ന, നോമ്പ് നോൽക്കുന്ന, ഹജ്ജിന് പോയ, ഉംറ ചെയ്ത, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല മനുഷ്യനാണ് എന്റെ ബാപ്പ. ആ ബാപ്പയുടെ മകനാണ് ഞാനെന്ന് ഒരുപക്ഷെ ഈ ലോകത്ത് എനിക്ക് നെഞ്ചു വിരിച്ചു പറയാം. പക്ഷെ പടച്ച തമ്പുരാന്റെ അടുക്കൽ ആ വാക്കിന് വിലയില്ല. എന്റെ ബാപ്പ എന്താണ്, അതിന്റെ പ്രതിഫലം എന്റെ ബാപ്പക്കാണ് കിട്ടുക. എന്റെ ബാപ്പ എത്ര നന്മ നിറഞ്ഞവനാവട്ടെ, ആ ബാപ്പയുടെ സൽക്കർമ്മത്തിന്റെ ഒരു ചെറിയ കണിക പോലും എന്റെ പരലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്റെ കണക്കിലേക്ക് കൂട്ടിയെഴുതുകയില്ല നമ്മുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊരു കുടുംബ സദസ്സാണ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇത്തരം വേദികളിൽ വരാറുള്ളത്. ബാപ്പയും ഉമ്മയും മക്കളും ജ്യേഷ്ഠാനുജന്മാരും ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഒന്നിച്ചു ചേർന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ധന്യമായ ഒരു സദസ്സിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. ആ കുടുംബത്തിലുള്ളവർ ഓരോരുത്തരും ശ്രദ്ധിക്കുക, വ്യക്തി എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കുക, ബാപ്പ ശ്രദ്ധിക്കുക, ഉമ്മ ശ്രദ്ധിക്കുക, മക്കൾ ശ്രദ്ധിക്കുക. ഈ കൂട്ടവും ഈ ബന്ധവും ഈ കൂട്ടായ്മയും ഒക്കെ ഈ ഹൃദയത്തിന്റെ മിടിപ്പ് നിലക്കുവോളം മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ. ഒറ്റക്കാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്, ഒറ്റക്കാണ് വന്നത്. ഞാൻ വന്നപ്പോൾ എനിക്കറിയില്ല ആരാണ് എന്റെ ജീവിതത്തിന്റെ തുണയാവുക എന്ന്, ആരാണ് എന്റെ മക്കളാവുക എന്ന്. എന്റെ ജീവിതം തുടങ്ങി 30 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ എന്റെ മകനെ കണ്ടത്. എന്റെ ജീവിതം തുടങ്ങി 30 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ എന്റെ മകനെ കണ്ടത്. ഇനി എത്ര കൊല്ലം കൂടി ഞാൻ എന്റെ മകനെ കണ്ടുകൊണ്ടിരിക്കും എന്ന് പറയാനുള്ള കഴിവ്, അറിവ് അല്ലാഹു തആല എനിക്ക് തന്നിട്ടില്ല. ഈ 30 കൊല്ലം മുമ്പ് എന്റെ മകനല്ലായിരുന്നു, അങ്ങനെ ഒരാളെ ഇല്ലായിരുന്നു അല്ലേ? പക്ഷേ ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്, നാളെ പടച്ച തമ്പുരാന്റെ അടുക്കൽ ഞാൻ ഒറ്റക്കാണ്. എന്റെ കർമ്മങ്ങൾ അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ.
ഇതാ മനസ്സിലാക്കുക, ഒരുത്തനും അവൻ ചെയ്ത പാപങ്ങളുടെ പാപഭാരം മറ്റൊരുത്തനും അവൻ എത്ര വലിയവനാവട്ടെ നാളെ പരലോകത്ത് അത് ഏറ്റെടുക്കുകയില്ല. ഏതൊരു മനുഷ്യനും അവൻ ചെയ്തതെന്തോ അതല്ലാതെ അവന് കിട്ടുകയില്ല. മനസ്സിലാക്കുക, ഏതൊരു മനുഷ്യനും അവൻ ചെയ്തതല്ലാതെ മറ്റൊന്നും അവന് കിട്ടുകയില്ല. ഞാൻ നന്മ ചെയ്തോ അതിന്റെ കൂലി എനിക്കാണ്, ഞാൻ തെറ്റ് ചെയ്തോ അതിന്റെ ശിക്ഷ ഞാനാണ് അനുഭവിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അല്ലേ? അപ്പോ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് നമ്മളെ ഉള്ളൂ. നാളെ പടച്ച തമ്പുരാന്റെ അടുക്കൽ നമ്മെ രക്ഷപ്പെടുത്താൻ നമ്മുടെ ചുറ്റുഭാഗത്തും കൂടിയിരിക്കുന്ന നമ്മുടെ പരലോകത്തിനു വേണ്ടി പണിയെടുക്കാനുള്ളത് നമ്മൾ മാത്രമാണ്. മറ്റൊരാളും നമ്മുടെ പരലോകത്തിനു വേണ്ടി നമ്മെ സജ്ജരാക്കുവാൻ, ആ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം മറ്റൊരാൾക്കും ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ സത്യം നമ്മൾ മനസ്സിലാക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവാചകൻ അവളോട് പറഞ്ഞത്, മോളെ ഫാത്തിമ, ഈ ലോകത്ത് എന്ത് സഹായമാണോ ഈ പിതാവിൽ നിന്ന് നിനക്ക് വേണ്ടത് അത് ചോദിക്കാൻ നീ മറക്കരുത്, നീ മടിക്കരുത്, അത് ചോദിച്ചോളണം. എന്നാൽ മോളെ, നാളെ പരലോകത്ത് നിനക്ക് വേണ്ടി ഒരു വാക്ക് പോലും അള്ളാഹുവിനോട് പറയാൻ, നിന്നെ രക്ഷപ്പെടുത്താൻ ഈ പിതാവിന് കഴിയുകയില്ല. അതുകൊണ്ട് നിന്റെ പരലോകം നീ തന്നെ നോക്കണം കേട്ടോ. തന്റെ കരളിന്റെ കഷ്ടമെന്നാണ് പ്രവാചകൻ ഫാത്തിമ ബീവിയെ വിശേഷിപ്പിച്ചത്. അത്രയേറെ പ്രവാചകൻ സ്നേഹിച്ച തന്റെ പ്രിയപ്പെട്ട മകളെ നാളെ പരലോകത്ത് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന ഒരു വാക്ക് കൊടുക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന് കഴിയുകയുമില്ല. അതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മതത്തിന്റെ രൂപം. അതുകൊണ്ട് എല്ലാ സ്ത്രീ പുരുഷന്മാരും എല്ലാവരും അവനവന്റെ ശരീരത്തിനെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാൻ പര്യാപ്തരാക്കുക. മറ്റൊരാൾക്ക് വേണ്ടി തെറ്റുകൾ ചെയ്യാതിരിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാവാം. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ, മറ്റുള്ളവന്റെ ഇഷ്ടം കിട്ടാൻ, മറ്റുള്ളവർ നോക്കാൻ, മറ്റുള്ളവർ അംഗീകരിക്കാൻ, മറ്റുള്ളവന്റെ മുമ്പിൽ വലിയവനാവാൻ. ഇത്തരം തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആർക്ക് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത് അവരാരും നാളെ പരലോകത്ത് നമ്മെ സഹായിക്കുകയില്ല. സംഘടനകൾക്ക് വേണ്ടിയും സമുദായങ്ങൾക്ക് വേണ്ടിയും നേതാക്കൾക്ക് വേണ്ടിയും തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യന്മാർ അല്ലേ, നാളെ പരലോകത്ത് വരുമ്പോൾ അവർ അള്ളാഹുവിനോട് പറയുമത്രേ, അള്ളാഹുവേ, ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളുടെ സാദാത്തുക്കളെയും ഞങ്ങളിലെ വലിയ വലിയ ആളുകളെയുമാണ് റബ്ബേ ഞങ്ങൾ പിൻപറ്റിയത്. അവരാണ് ഞങ്ങളെ കൊണ്ട് ഈ തെറ്റുകൾ ചെയ്യിച്ചത്. അതുകൊണ്ട് നാഥ, അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണമേ എന്ന് അള്ളാഹുവിനോട് പറയുമെന്ന് വിശുദ്ധ ഖുർആനാണ് പഠിപ്പിച്ചത്. പക്ഷേ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല. പടച്ചോൻ എന്നെ വഴിപ്പഴിപ്പിച്ചത് അയാളാണ്, അയാൾ പറഞ്ഞത് കേട്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്തത്, അതുകൊണ്ട് ഇന്നെ ഒഴിവാക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് മാപ്പ് സാക്ഷിയായി പടച്ചോന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ശരികളും തെറ്റുകളും വേർതിരിച്ചറിയുവാനും ശരിയേത് എന്ന് മനസ്സിലാക്കുവാനും ആ ശരിയെ പിൻപറ്റാനുമുള്ള ബുദ്ധി അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ബുദ്ധിയെ പണയപ്പെടുത്താതിരിക്കുക. എനിക്ക് അല്ലാഹു തആല ബുദ്ധി തന്നത് ഈ ലോകത്ത് പരീക്ഷ പാസ്സാകുവാൻ വേണ്ടിയല്ല. അങ്ങനെയാണോ? അല്ലാഹു തആല മനുഷ്യർക്ക് ബുദ്ധി തന്നത് ഈ ലോകത്ത് സുഖമായിട്ട് ജീവിക്കാനാണോ? അല്ല. ഈ ബുദ്ധിയില്ലാത്ത ജന്തുക്കൾക്ക് നമ്മളെക്കാട്ടിലും സുഖാണ് ഈ ലോകത്ത്. നാൽക്കാലികൾക്ക്, പക്ഷികൾക്ക്, പ്രാണികൾക്ക്, പറവകൾക്ക് നമ്മുടെ അത്രയും പ്രയാസങ്ങൾ ഈ ലോകത്തില്ല. ഒരു പക്ഷിയും ആത്മഹത്യ ചെയ്തിട്ടില്ല, ഒരു മൃഗവും ആത്മഹത്യ ചെയ്തിട്ടില്ല. മനുഷ്യൻ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ? ഈ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്ന സൗകര്യങ്ങൾ നമുക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ചില്ലറയാണോ? മറ്റുള്ള മൃഗങ്ങൾക്കൊന്നും ആ പ്രയാസമില്ലല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഒരു സർവേ, ലോകത്താകമാനം ഒരു ഏജൻസി ഒരു സർവേ നടത്തി. എന്റെ സർവേയുടെ കാര്യം എന്നറിയാം, സമ്പന്നരായ കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സർവേ. പണക്കാരായ മാതാപിതാക്കളോട് അവർക്ക് മക്കൾക്ക് അവരോടും അവർക്ക് മക്കളോടുമുള്ള ബന്ധത്തെക്കുറിച്ചാണ് സർവേ. ആ സർവേയുടെ ഫലം താരങ്ങള്
60% പണക്കാരായ രക്ഷിതാക്കളും സമ്പത്തിന്റെ കാര്യത്തിൽ മക്കളെ ഭയപ്പെടുന്നു. മകൻ തന്നെ ചതിക്കോ, എന്റെ മകൻ എന്നെ കഷ്ടപ്പെടുത്തുവോ എന്നതിനെ കുറിച്ച് മാതാപിതാക്കൾ പേടിക്കുന്നു. ഇത്രമാത്രം മനുഷ്യന്റെ ബുദ്ധിയും അവൻ കണ്ടെത്തിയ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയ മുഴുവൻ സൗകര്യങ്ങളും അവന് തന്നെ വിനയാകുന്ന ദുരന്തത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അധ്വാനിക്കുന്ന ജീവിതങ്ങളൊക്കെ തനിക്ക് തന്നെ പാരയായി മാറുന്നുല്ലേ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ വയസ്സായ ഒരാൾ വന്നിറങ്ങിയിട്ട് ചവിടും ചെറുക്ക് കേൾക്കൂല, കണ്ണും ചെറുക്ക് കാണൂല. വയസ്സായ ഒരാള് അന്തം വിട്ട് ഇങ്ങനെ വിമാനത്താവളത്തിന്റെ ഉള്ളിൽ കുറെ നടന്നു, പിന്നെ അവിടെ ഇരുന്നു. ഒരു വിമാനം വന്നുപോയി, രണ്ടാമത്തെ വിമാനം, മൂന്നാമത്തെ വിമാനം ഒക്കെ വന്നുപോയി. എയർപോർട്ടിനുള്ള തിരക്ക് ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോഴും ഇയാൾ അവിടെ ഇരിക്കുക. അപ്പോ എയർപോർട്ടിനുള്ളിലെ സുരക്ഷാ ജീവനക്കാർ ഇയാളെ ശ്രദ്ധിച്ചു. എന്താ ഇരുത്തം, പോണില്ലല്ലോ പേരേക്ക്. അപ്പൊ അയാൾ അടുത്ത് വന്നപ്പോ അയാൾ ഇങ്ങനെ അധികമൊന്നും സംസാരിക്കാൻ വയ്യ, വയസ്സായിക്കണ്. അയാൾ ഇങ്ങനെ തന്റെ മാറത്തുള്ള ഒരു ബാഗ് ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തു അവർക്ക്. അവരാ ബാഗ് തുറന്നപ്പോ ഒരു ഡയറി, ആ ഡയറിയിൽ ഒരു കത്തുണ്ട്. എന്താ കത്ത് തരാം? സ്വിറ്റ്സർലാൻഡിലാണ് കുടുംബം, കോലാലംപൂർ വൈക്ക് വരികയാണ്. മക്കളും ഭാര്യയും കുടുംബങ്ങളൊക്കെ അവിടെ ഉണ്ട്, വെറുതെ പോയതല്ല. ഇയാൾ അധ്വാനിച്ചുണ്ടാക്കിയ വ്യവസായ സാമ്രാജ്യത്തിലേക്ക് അയാൾ മക്കളെയും കുടുംബത്തെയും വിളിച്ചതാ. ഇപ്പൊ അയാൾക്ക് വയസ്സായിക്കുന്നു. പണത്തിന്റെ പറുദൂസയിൽ ജീവിക്കുന്ന കുടുംബത്തിന് വയസ്സായ ബാപ്പ ഭാരമായി. അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞേച്ചേക്ക, എന്നാ കൂടെ ഒരാൾ വന്നിക്കണോ? വന്നിട്ടില്ല. ഈ ഡയറിയിൽ ഒരു കത്ത്. ആ കത്ത് ആർക്കാരെങ്ങള്? എയർപോർട്ട് ജീവനക്കാർ അറിയാൻ. എന്തേ? ഇയാളെ ഞങ്ങൾ കയറ്റി വിട്ടതാണ്, ഇയാൾക്ക് പോകേണ്ടത് ഇന്ന സ്ഥലത്തേക്കാണ്, ആ വീട്ടിലെ നമ്പർ ഇതാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ടാക്സി വിളിച്ച് ഇയാളെ ഈ നമ്പറിലുള്ള വീട്ടിലേക്ക് വിളിച്ച് കയറ്റി വിടണം. അതിന്റെ ടാക്സി ചാർജും അതിന്റെ സർവീസ് ചാർജുകളും ഈ ബാഗിലുണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാം. അല്ലേ? എയർപോർട്ട് ജീവനക്കാർ ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വയസ്സായ ഒരാള് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്, അയാളെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ കൂടെ ഒരു കത്തുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ വീട് എവിടെയാണ്? അവര് മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് വീടില്ല, ഇങ്ങോട്ട് പറഞ്ഞേക്കണ്ട, ഞങ്ങൾക്ക് അയാളെ വേണ്ട, നോക്കാനാവൂല. ആ മനുഷ്യൻ നോക്കൂ നിങ്ങൾ, ഒരു ജീവിതകാലം മുഴുവനും ഒരു കുടുംബത്തിന് വേണ്ടി മെഴുകുതിരി പോലെ കത്തി കത്തി തീർന്ന ഒരു മനുഷ്യൻ അവസാനം കരിന്തിരി കത്തുന്ന സമയത്ത് കെട്ടുപോകുവോളം ആ തിരിയൊന്ന് സൂക്ഷിക്കാൻ ഈ ലോകത്ത് മനുഷ്യന്മാരില്ല. അവസാനം അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ എത്തിയതുമില്ല. ഈ ഒരു പാതി വഴിയിൽ തങ്ങിയ ഈ മനുഷ്യ ജന്മത്തിന് എന്ത് ചെയ്യാൻ പറ്റും? വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞയച്ചു. അല്ലേ? മനുഷ്യത്വം മരവിച്ച് നിൽക്കുന്ന ഇത്തരം സംഭവങ്ങളും വാർത്തകളും നമ്മുടെ നാട്ടിൽ വാർത്തകളല്ലാതായി മാറിയിരിക്കുന്നു. ബുദ്ധി കൂടിയിട്ടാണ്. അപ്പൊ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയല്ല. ഈ ലോകത്ത് ജീവിക്കാൻ ബുദ്ധി വേണ്ട കൂട്ടരെ. ഈ ലോകത്ത് ജീവിക്കാൻ ബുദ്ധി വേണ്ട. ഒരു ബുദ്ധി ഇല്ലാന്ന് നമ്മൾ പറയുന്ന കഴുത ഈ ലോകത്ത് ജീവിക്കണില്ലേ? പട്ടിയും പാമ്പും പറവയും ജീവിക്കുന്നില്ലേ? നമ്മളെക്കാട്ടിലും സുഖമായിട്ട് ജീവിക്കണില്ലേ? ബുദ്ധി എന്നുള്ളത് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല. ബുദ്ധി എന്നത് നമുക്ക് നാളത്തെ ജീവിതത്തിലേക്കുള്ള സത്യം കണ്ടെത്തുവാൻ വേണ്ടിയുള്ളതാണ്. അതിനുവേണ്ടി ഈ ബുദ്ധി ഉപയോഗപ്പെടുത്താത്തിടത്തോളം കാലം നമ്മൾ കന്നുകാലികളെ പോലെ, അല്ലെങ്കിൽ കന്നുകാലികളെക്കാൾ താഴെയാണ് എന്നാണ് പടച്ചോൻ പറഞ്ഞത്. കാരണം കന്നുകാലികൾ അങ്ങനെ ആവാൻ കാരണം അതിലേക്ക് ബുദ്ധി കിട്ടിയിട്ടില്ല. ഒരു പരീക്ഷയുള്ള കുട്ടി പരീക്ഷ എഴുതാതിരിക്കുക, എന്റെ പേരല്ല. വേറെ കുട്ടിന്റെ പരീക്ഷ എഴുതാതെ വെക്കണ്, ഓനും എഴുതണം, എന്റെ പേര കീശയിലുണ്ട്, ഓൻ കീശയിൽ നിന്ന് പേര എടുത്തിട്ടല്ല. അല്ലേ? നമുക്ക് അല്ലാഹു തആല ബുദ്ധി തന്നത് നാളത്തെ പരലോകത്തിന്റെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയാ. അപ്പോ ആ ബുദ്ധി ഉപയോഗപ്പെടുത്തി നമ്മുടെ ബുദ്ധിയുടെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് ദുന്യാവിന് വേണ്ടിയാണെന്ന് മാത്രം. ദുന്യാവ് കൊണ്ട് അങ്ങോട്ട് എടങ്ങേറാകുക, പിന്നെ എന്തേലും ആലോചിച്ചാൽ സമയം കിട്ടണ്ടേ? നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പടച്ചോൻ നമുക്ക് ചെറിയ ചില അനുഗ്രഹങ്ങൾ തന്നു. ആ തന്നത് നമുക്ക് തന്നെ വിനയായി. ഞാൻ എൻ്റെ കുട്ടി ഇങ്ങനെ രാവിലെ ഉണ്ട് വീട്ടിൽ ഇങ്ങനെ ഒരു കോലിങ്ങനെ ഉന്തി നടക്കണം മിറ്റത്ത് കൂടെ. അപ്പൊ ഇക്കത് കണ്ടപ്പോൾ ഇടങ്ങേറി, എന്താ പോകും വെറുതെ ഒരു കോല് കൊണ്ടെടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ചെരുപ്പ് ഇങ്ങനെ വെട്ടിയിട്ട് 2 ചക്കരൊക്കെ ഉണ്ടാക്കിയാണ്ട് ഒരു ആണിയൊക്കെ അടിച്ചുകാണ്ട് ഒരു വണ്ടിയാക്കി കൊടുത്തു. രാവിലെ ഒരു 11 മണിക്കുണ്ട് പെണ്ണുങ്ങൾ വിളിച്ചിട്ട് പെരും ചെയ്യും, തങ്ങളെ കൊണ്ട് കിട്ടിയ കോണം. അപ്പൊ അതങ്ങനെ ഉന്തി തന്നപ്പോ കേടതല്ലേ. അപ്പൊ എന്തായാലും ഇതിന് ആണി ഊരിപ്പോയിക്കണേ. രണ്ടാമത് ആണി ഊരിപ്പോ ആണി വെച്ച് നല്ല മേട്ടം മേടിക്കണ്. മേടിയതൊക്കെ കയ്യിന്റെ വിരലിനാ. അതാ കോല് ഉന്തി നടന്നപ്പോ വലിയ കുഴപ്പമില്ലേന്. അത് വണ്ടിയാക്കി കൊടുത്തപ്പോ എന്റെ കയ്യും പോയി, ആകെ നഷ്ടമായി. നമ്മളിങ്ങനെ വെറുതെ കഷ്ടപ്പെട്ട് നടന്നപ്പോൾ ആ പടച്ച ഒരു 10 ലക്ഷം റുപ്യ നമുക്ക് തന്നതാ. 10 ലക്ഷം പിടിച്ചോ.
അതിന് കിട്ടിയപ്പോൾ മുതൽ നമ്മൾ ആലോചിച്ചത് ഇതെങ്ങനെ വലുതാക്കാം. അതിന്റെ പിറ്റേന്ന് നമ്മൾ 20 ലക്ഷം റുപ്യക്ക് സ്ഥലം വാങ്ങി 10 അഡ്വാൻസ് കൊടുത്തു. 60ാമത്തെ ദിവസം ബാക്കി 10 കൊടുക്കണം. പിന്നെ പാച്ചിലോട് പാച്ചില് പെരയിൽ വെറുതെ കുത്തിരിക്കുന്നു സൗകര്യമായിട്ട്. അപ്പോഴാണ് ഈ 10 കിട്ടിയത്. ഈ 10 പടച്ചോൻ തന്നത് ഓർമ്മയുണ്ട്. പിന്നെ ലോകത്ത് നിന്നിട്ടില്ല. പായ തന്നെയാണ്. നിസ്കരിക്കാനും നേരല്ല, പള്ളിയിൽ പോകാനും നേരല്ല, ഇബാദത്തിനും നേരല്ല. ഈ 10 20 ആക്കാം. അപ്പൊ നമ്മളെ കഷ്ടകാലം കണ്ട് പടച്ചോ 20 ആക്കി തന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ 20-ന് 40 റുപ്യ സ്ഥലം വാങ്ങി. പിന്നെ 20-നും വേണ്ടി പാച്ചിലോട് പാച്ചിൽ അല്ലേ. ദുന്യാവിൽ നോക്കി നിങ്ങൾ ഒരു വിശ്രമം നമുക്കില്ലല്ലോ. എപ്പോഴാ മതിയായി, ഇനി മതിയായി, ഇനി ഞാനൊന്ന് ജീവിക്കട്ടെ എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ആൾക്കാരുണ്ട് ഈ ലോകത്ത്? ആ തീർത്താ തീരുല. നമ്മുടെ ആർത്തി ഇങ്ങോട്ട് തീരണ്ടേ, ഒന്ന് അവസാനിപ്പിക്കാൻ. ഇതാണ് 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 ഇവിടെ നിർത്തി, ഇനി ഞാൻ എനിക്കും വേണ്ടി ഒന്ന് ജീവിക്കട്ടെ എന്ന് പറയാൻ ആർക്കെങ്കിലും തോന്നിയോ? പെരപ്പണിയൊക്കെ എന്നെങ്ങാനും തുടങ്ങിയതാ. നിങ്ങള് വീടിന്റെ പണി ഇങ്ങോട്ട് തുടങ്ങിയിട്ട് അതങ്ങനെ തീർന്നിട്ടില്ല. ഇപ്പോഴും വീടിന്റെ അടി എന്താണ്? ടൈൽസ് വേണോ, അതല്ല ഗ്രാനൈറ്റ് വേണോ, അതല്ല മാർബിൾ വേണോ, ആലോചിച്ചിട്ടൊരു പിടുത്തമുള്ള എല്ലാ കടിയും കയറി ഇറങ്ങി. അവസാനം ഒരു ദിവസം മൂപ്പര് മരിച്ചു. അകത്തേക്ക് കയറിയപ്പോണ്ട് മയ്യത്ത് കുളിപ്പിച്ച വെള്ളം കൊണ്ട് ആകെപ്പാടം നാശായിക്കണം. കയറിയ ആൾക്കാർക്ക് എവിടെ ചവിട്ടേണ്ടി അറിയില്ല. വെള്ളം ഇങ്ങനെ കെട്ടിക്കുക. എന്ത് പെര കയറ്റിയിട്ട് 10 കൊല്ലായി. പക്ഷെ അതിന്റെ അടിയൊന്ന് ഇട്ടുകാണ്ട് തൽക്കാലം എന്റെ പെരന്റെ അടിയിൽ ഇത് മതി എന്ന് തീരുമാനിക്കാനുള്ള ഒരു ബുദ്ധി പോലും നമ്മുടെ അഹങ്കാരത്തിന്റെയും ആർത്തിയുടെയും മുമ്പിൽ നമുക്ക് നഷ്ടമായിരിക്കുന്നു അല്ലേ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ ബുദ്ധിയെ ഈ ലോകത്ത് സുഖമായിട്ട് ജീവിക്കാനല്ല, ഈ ബുദ്ധി പരലോകത്തിന്റെ സുഖം കണ്ടെത്താൻ വേണ്ടിയാണ് റബ്ബ് നമുക്ക് തന്നത് എന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ സഹോദരന്മാരും എൻ്റെ സഹോദരിമാരും ആണും പെണ്ണും ആ ബുദ്ധിയെ മറ്റാർക്കെങ്കിലും പണയപ്പെടുത്താതെ അത് തൻ്റെ രക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് എന്ന് മനസ്സിലാക്കി സൃഷ്ടാവിനെ കണ്ടെത്തുവാനും സൃഷ്ടാവിന്റെ വഴി കണ്ടെത്തുവാനും ആ ബുദ്ധി ഉപയോഗപ്പെടുത്തുക. വിഷയത്തിന്റെ 2ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അത് വ്യക്തികൾ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തെ കുറിച്ചാണ് പറയേണ്ടത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരലോക ചിന്തയും ആ പരലോകത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു കുടുംബത്തിലും ആ ചിന്തക്ക് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലേ. എന്തിനാ നമ്മൾ കുടുംബമാകുന്നത്? എന്തിനാ നമ്മൾ കുടുംബമാകുന്നത്? നമ്മൾ കുടുംബമാകുന്നത് നമ്മുടെ പാരത്രികമായ ജീവിതം കുറ്റമറ്റതാകുവാൻ വേണ്ടിയാണ് അല്ലെ. ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും അനുഗ്രഹീതമായ കുടുംബം ഏതാ? ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും അനുഗ്രഹീതമായ കുടുംബം ഏതാ? ഒബാമന്റെ കുടുംബമാണോ? ഫുള്ളായിട്ട് പാന്റും കുപ്പായിട്ട മൂപ്പരും പരിക്കം കൊണ്ട് കൊടുത്തുകൊണ്ട് മൂപ്പരെ പെണ്ണും ഇങ്ങനെ പാഞ്ഞിറക്കണ്ട ഞങ്ങള്. അതാണോ ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ കുടുംബം? അല്ല. അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ കുടുംബം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബമാണത്രേ. അതെങ്ങനെയാ പറയുന്നത്? പറയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു തആല നമ്മളെ ഒരു പ്രാർത്ഥന ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സത്യവിശ്വാസികളെ, നിങ്ങൾ മുഹമ്മദ് നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണം കേട്ടോ. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ മറുപടി കൊടുത്തു. എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? സ്വലാത്ത് ചൊല്ലേണ്ടത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അല്ലാഹുവേ, ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ ഗുണം ചെയ്തു കൊടുത്തതുപോലെ ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്തു കൊടുത്തതുപോലെ അല്ലാഹുവേ, മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ ഗുണം ചെയ്യണമേ, നീ ബർക്കത്ത് ചെയ്യണമേ. ഈ ലോകത്ത് ഒരുപാട് കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ബർക്കത്തും അള്ളാഹുവിന്റെ അനുഗ്രഹവും എമ്പാടും കിട്ടിയ കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ സുഹൃത്തെ, എപ്പോഴെങ്കിലും ചിന്തിക്കുവാൻ സന്മനസ് തോന്നിയിട്ടുണ്ടോ? ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും അള്ള കൊടുത്ത ഗുണം എന്താണ്? ആ കുടുംബത്തിന് അള്ള കൊടുത്ത ബർക്കത്ത് എന്താ? ഒരു പഞ്ചായത്തിന്റെ മെമ്പറെങ്കിലും ആയിട്ടുണ്ടോ ഇബ്രാഹിം നബി? ഒരു ജനക്കൂട്ടത്തിന്റെ നേതാവായിട്ട് ഒരു സൈന്യത്തെയെങ്കിലും ഇബ്രാഹിം നബി നയിച്ചിട്ടുണ്ടോ? ആ നാട്ടിലെ പണക്കാരനായിട്ടുണ്ടോ ഇബ്രാഹിം നബി? പിന്നെ എന്താ സുഹൃത്തെ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും പടച്ചോൻ കൊടുത്ത അനുഗ്രഹം?
ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജർ. ആരായിരുന്നു ഹാജർ? ലോകം കണ്ട ഏറ്റവും സുന്ദരിയായ പെണ്ണായിരുന്നോ? അല്ല, അടിമ പെണ്ണായിരുന്നു. രാജാവ് തന്റെ ഭാര്യയായ ഇബ്രാഹിം നബിയുടെ ഭാര്യയായ സാറക്ക് സമ്മാനം കൊടുത്ത അടിമപ്പെണ്ണ് കാപ്പിരിയായ നീഗ്രോ വർഗത്തിൽപ്പെട്ട ചുരുണ്ട മുടിയും ചപ്പിയ മൂക്കുമുള്ള അടിമപ്പെണ്ണാണ് ഹാജർ. അല്ലേ? ആ ഹാജർ ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബി. ധന്യമായ കുടുംബം. എന്താ ആ കുടുംബത്തിന്റെ ധന്യത? എന്താ ആ കുടുംബത്തിന്റെ ബർക്കത്ത്? എന്താ നിങ്ങള് എല്ലാരും സ്വർഗത്തേക്ക് പോകാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്ന ഒരു കുടുംബം. ഒരാള് സ്വർഗത്ത് പോകാൻ വേണ്ടി മറ്റേ ആള് വല്ലാതെ സഹായിക്കുക. എവിടെ? ഭാര്യയെയും കുട്ടിയെയും വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു മടങ്ങാൻ അള്ളാഹുവിന്റെ കൽപ്പന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയെയും മകനെയും ഒരു തോൽപാത്രത്തിൽ ഇത്തിരി വെള്ളവും ഇത്തിരി കാരക്കയും നൽകി അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോരുക. മടങ്ങിപ്പോരുമ്പോ ഹാജറിന്റെ ചോദ്യമല്ല, അള്ളാന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ ഈ ചെയ്യണത്? അതെ, അള്ളാന്റെ കൽപ്പനയാണ്. എന്നാ ധൈര്യമായിട്ട് പോയിക്കോളി, എന്നാ പോയിക്കോളി, ഇടങ്ങേറാവണ്ട, ഞങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട, അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കണം. അതല്ലേ ഹാജറിന്റെ മനസ്സ് പറയുന്നത്? എന്റെ ഭർത്താവ് അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ച് കുറ്റവാളിയായി കൂടാ. എന്റെ ഭർത്താവ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണം, അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ടോടാ. ഹാജർ മരുഭൂമിയിലെ ജീവിതം കൈനീട്ടി വാങ്ങി. എന്തിന്? തന്റെ ഭർത്താവ് റബ്ബിന്റെ മുമ്പിൽ കുറ്റക്കാരനാവാതിരിക്കാൻ. അല്ലേ? അള്ളാഹുവിന്റെ കൽപ്പന സ്വപ്നമായി. മകനെ അറുക്കണം. മകന്റെ കൈ പിടിച്ചുകൊണ്ട് മിനായിലെ കുന്നിൻ ചെരുവിലേക്ക് നടക്കും മുമ്പ് ഹാജറിനോട് ഇബ്രാഹിം നബി പറഞ്ഞു, പടച്ചോന്റെ കൽപ്പന ഉണ്ട്, മകൻ അറുക്കണം. കുളിപ്പിച്ച് പുതിയ കുപ്പായമിട്ട് ഹാജർ മകനെ പറഞ്ഞേക്കുക. എന്റെ ഉമ്മയെ ചെറുപ്പത്തിൽ എന്റെ ഉമ്മാന്റെ ഒരു ചിത്രം, ഉമ്മയുടെ കനിവിന്റെ സ്നേഹത്തിന്റെ കഥകൾ പറയുമ്പോ കണ്ണ് നിറയുന്ന ഒരു ചിത്രമുണ്ട്. പണ്ടൊരിക്കൽ ചെറുപ്പത്തിൽ ഒരു 4-5 വയസ്സായ സമയത്ത് ഒരിക്കൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഉമ്മ എന്നെ ആട്ടിപ്പിടിച്ചു, വാന്ന് പറഞ്ഞു വിളിച്ചു. ഭയങ്കര സ്നേഹത്തോടു കൂടി ഉമ്മ എന്നെ കുളിപ്പിച്ച് മേത്തൊക്കെ, അന്നൊക്കെ പ്രാരാബ്ധം പിടിച്ച കാലം, എണ്ണൊക്കെ തേച്ചു തന്നു, ഉള്ളിൽ പുതിയ കുപ്പായ കിട്ടുന്നു, ചോറ് ഉമ്മ എന്നെ വാരി തന്നു. എനിക്കെന്നത് അത്ഭുതം, എന്റെ ഇങ്ങനെ ഒരു ഉമ്മാന്റെ കണ്ണിങ്ങനെ നിറ, വല്ലാതെ സംസാരിക്കുന്നില്ല, ഉമ്മാന്റെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുന്നു. ഒരു വല്ലാത്തൊരു അനുഭവം. അവസാനം ഉമ്മന്റെ കുപ്പായൊക്കെ ഇടിച്ചു കണ്ട് ബാപ്പാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ബാപ്പ എന്നെയും കൊണ്ട് നടന്നു. പോണ വൈക്കാണ് ഞാൻ അറിഞ്ഞ് സുന്നത്തല്യാണം കഴിച്ചാൻ വേണ്ടി കൊണ്ടുപോവാണ്. ആ സുന്നത്തല്യാണം കഴിക്കാൻ വേണ്ടി എന്നെ കുളിപ്പിച്ച് കുപ്പാടിച്ച് പറഞ്ഞേക്കാൻ ബാപ്പമ്മാനെ ഏൽപ്പിച്ചു. ഉമ്മ നിറഞ്ഞ കണ്ണോടെന്നെ പറഞ്ഞയച്ചു. കൂട്ടരെ, ഒരു ബാപ്പ പറയടി മകനൊന്ന് കൊണ്ട് അറുക്കണം, ജോനൊന്ന് കുളിപ്പിച്ച് കുപ്പായിട്ട് കൊണ്ടറിഞ്ഞാല് ആ മകനെ കുളിപ്പിച്ച് കുപ്പായമിടിക്കുന്ന ഹാജറിന്റെ മനസ്സിന്റെ ആഴമളക്കാൻ ഈമാനുള്ള നോക്കാൻ നിങ്ങൾ വെറുതെ ഒരു വാക്സിനേഷൻ, ഒരു ഇഞ്ചക്ഷന് വേണ്ടി കുട്ടിനെ പെരിയെന്ന് കൊണ്ടുപോകുമ്പോ ഉമ്മാന്റെ കണ്ണിൽ വെള്ളം നിറയും. എന്തേപ്പത്? ഒരു ഇഞ്ചക്ഷൻ പറഞ്ഞാൽ കൊതുകടിക്കുന്ന വേദന ഉണ്ടാവില്ല. ആ വേദന പോലും തന്റെ കുട്ടിക്ക് അനുഭവിക്കുന്നത് സഹിക്കാത്ത ഉമ്മമാരെ അറുക്കുവാൻ വേണ്ടി മകനെ ഒരുക്കി കൊടുക്കുന്ന ഹാജറിന്റെ മനസ്സ് അല്ലേ ത്യാഗമാണ്. എന്ത്? അള്ള കൽപ്പിച്ചോ ആ കൽപ്പനക്ക് എതിരായിക്കൂടാ എന്റെ കുടുംബം. കണ്ണീരോടുകൂടി ഹാജർ പറഞ്ഞയച്ചില്ലേ മകനെ? അല്ലേ? മകനെ കൊണ്ട് പോവുക ഇബ്രാഹിം നബി. പോണ വൈക്ക് പറഞ്ഞു, മോനെ ദാ അന്നെ അറുക്കണം വാപ്പ സ്വപ്നം കണ്ടുകണി. എന്താ മനെ വേണ്ടി? നമ്മളൊക്കെ കുട്ടികളാണെങ്കിൽ കണ്ണില് മണല് വാരിട്ട് കണ്ട് ഓടുവല്, അറുക്കാൻ കൊണ്ടുകൊണ്ട് തന്താ അല്ലേ? എന്താ മകൻ പറഞ്ഞാറിയോ? പാപ്പാ പടച്ചോൻ അങ്ങനെ പറഞ്ഞേക്കണോ ചെയ്തോളി. ഒരിക്കലും പടച്ചോന്റെ മുമ്പിൽ നിങ്ങൾ കുറ്റക്കാരനാൻ പാടില്ല. ഞാൻ ക്ഷമിക്കും, ഏറ്റവും നല്ല ക്ഷമിക്കുന്ന മകനായിട്ട് എന്നെ കാണാൻ. എന്നിട്ട് ആ മകന്റെ ഒരു പക്വത നോക്കി നിങ്ങൾ അറുക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ മകൻ പറയാ വാപ്പാനോട്, വാപ്പേ അറുക്കുമ്പോളേ എന്റെ കയ്യും കാലൊക്കെ കെട്ടിരുന്നു കേട്ടോ, കാട്ടുവള്ളികൾ കൊണ്ട് എന്റെ കൈകാലുകൾ ബന്ധിക്കണം കേട്ടോ. എന്തിനാണെന്നറിയോ? അപ്പാ എത്രയൊക്കെ ക്ഷമുണ്ടെങ്കിലും കഴുത്തിൽ കത്തിങ്ങട്ട് വെക്കുമ്പോഴേ ജീവനാടിയോട് കത്തിങ്ങട്ട് വരുമ്പോഴേ പച്ച ഇറച്ചിയിലല്ല പണിയിരിക്കുന്നേ, കൊതറും. ഒരു പക്ഷേ ബാപ്പാന്റെ കയ്യിലെ വാള് തട്ടിത്തെറിപ്പിച്ചേക്കും, എഴുന്നേറ്റോടിയേക്കും. അങ്ങനെ സംഭവിച്ചാലോ എന്റെ വാപ്പ അള്ളാന്റെ കൽപ്പന പൂർത്തിയാക്കൂല. അതുണ്ടാവാൻ പാടില്ല. കയ്യും കാലും നന്നായി കെട്ടിക്കോളി. പിന്നെന്താ പറഞ്ഞാരോ? പിന്നെ പറഞ്ഞതേ കമിഴ്ത്തി കിടത്തണം കേട്ടോ, കമിഴ്ത്തി കിടത്തി അറുക്കണട്ടോ. എന്തേത്? മലർത്തി കിടത്തി. എത്ര ധൈര്യം ഉണ്ടെങ്കിലും ആ മകന്റെ ദൈന്യമായ കണ്ണുകളിലേക്ക് നോക്കി, നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി ആ കഴുത്തിൽ കത്തിവെക്കുമ്പോൾ കൈ പതറിയാൽ റബ്ബിന്റെ മുമ്പിൽ കുറ്റക്കാരനാവും. അതുകൊണ്ട് വാപ്പ എന്റെ മുഖം
എന്റെ മുഖം കാണരുത്, കമിഴ്ത്തി കടത്തി അറുത്തോ. ബാപ്പ ഉത്തരവാദിത്തം നിർവഹിക്കണം. ബാപ്പയോട് റബ്ബിന്റെ കൽപ്പന എന്തോ അത് പൂർത്തിയാക്കണം. അതാ സുഹൃത്തെ ഇബ്രാഹിം നബിന്റെ കുടുംബത്തിന്റെ ബർക്കത്ത്. നമ്മളെ കുട്ടിനോട് എടാ പള്ളിക്കാണ് വാ പോകുക പറഞ്ഞാൽ വാപ്പ നടന്നോളിയും പറയും, ഓ നിസ്കരിച്ചനല്ല എന്നാ ജാടി ഇരുന്ന് പറയും ബാപ്പ അല്ലേ. പുൽസിനോടത്തേക്ക് പോകുന്നില്ലെങ്കിൽ തെളിച്ചിനോടത്തേക്ക് പോയിക്കോട്ടെ വിചാരിച്ചല്ലേ. ഇതല്ല നമ്മളെ സ്നേഹം. ഒരു കുടുംബം മൊത്തം സ്വർഗത്തിൽ. നമ്മളെ ഈ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം എന്താ? തൗഹീദിലേക്ക് സ്വർഗത്തിലേക്ക് എന്നാ. സമ്മേളന പന്തലിലേക്ക് പിന്നെ കല്യാണ പന്തലിലേക്ക് എന്നല്ല. ഈ കിട്ടിയ സംസ്കാരം, ഈ കിട്ടിയ അറിവും സ്വർഗത്തിലെത്തോളം നമ്മളൊപ്പം വേണം. നമ്മളൊക്കെ ഏറ്റവും വലിയ വീഴ്ച എന്താ? നിങ്ങൾ നന്നാവാൻ വിചാരിച്ചാൽ നമ്മൾ അത്ര നന്നാകാൻ ഒരാൾക്കും കഴിയൂല. കേടുവരാൻ വിചാരിച്ചാലോ അങ്ങനെ തന്നെ അല്ലേ. എപ്പോഴേലും കേടുവരാ, എപ്പോഴേലും നന്നാവുക എന്നല്ല, നമ്മൾ മുഴുവൻ നന്നാവാൻ ശ്രമിക്കുക. ഒരു വയലിൽ വെക്കുമ്പോഴല്ല. ഒരു പ്രസംഗം കഴിച്ചാൽ ആൾക്ക് എന്നാളൊരു നിക്കാഹിന് എന്നപ്പോഴേ നല്ല സദസ്സ്, നല്ല മൈക്കും പരിപാടിയൊക്കെ, വലിയ കല്യാണം. നിക്കാഹിന് കഴിഞ്ഞേക്ക് ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞു മോലേ പോവുകയാണ്. ഞാൻ പറഞ്ഞു ആ ക്ഷീണം ഒന്ന് മാറട്ടെ. ക്ഷീണം മാറാതിരിക്കണ്ട, പോകാൻ വെക്കാറ്. അപ്പൊ എന്താ ഇയാൾ ഇതുപോലെ? ഞാൻ പറഞ്ഞു കുറച്ചേരം വിശ്രമിക്കട്ടെ, നിങ്ങൾ വരും ഞാൻ പറഞ്ഞുതരാണ്. പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് മൂപ്പറിഞ്ഞോട് പറഞ്ഞു അവിടെ ഗാനമേളയൊക്കെ നടക്കാണ്ട് എന്തൊക്കെയോ പരിപാടികൾ, നിങ്ങളവിടെ ഇരുന്നാണ്ട് മാനം കെടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഈ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞോടേനോ, അതൊക്കെ ഇപ്പൊ അങ്ങനെ തന്നെ അല്ലേ അല്ലേ. നോക്കിങ്ങള് ആ ഒരു 10 ഭയങ്കര കുത്തുബ വേണം പ്രസംഗം. നിക്കാഹിന് കുത്തുബ അങ്ങോട്ട് കഴിച്ചിനെ ഓർമ്മ ഉണ്ടാവും. പിന്നെ നമ്മളാ അവസാനത്തെ സലാം പറയുമ്പോൾ ഒറ്റ അടി അട്ടേറി, പിന്നെ ഇങ്ങനെ ഹിന്ദി പാട്ട് ഇങ്ങനെ വരുന്നേക്കാം. അതുവരെ പറഞ്ഞ സകലം അവസാനത്തെ അത്തയ്യാത്തിൽ ഒന്നും മുറിഞ്ഞമാർക്ക് നമ്മൾ തലയും കുമ്പിട്ട് ഇങ്ങനെ ഇറങ്ങി പോവുക അല്ലേ. ഈ അവസ്ഥയാവരുത്. നമ്മൾ നന്നാവണത് ഒരാളെ ബോധ്യപ്പെടുത്താനാവരുത്. നമ്മൾ നന്നാവണത് നമ്മക്കും വേണ്ടിയാവണം. ഞാൻ എന്തിനാ നന്നാവണേ? എനിക്ക് വേണ്ടി. എന്തിന്? എനിക്ക് സ്വർഗത്തിന് വേണ്ടി. ഈ ഒരു ചിന്ത നമ്മുടെ കുടുംബത്തിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. കുടുംബത്തിലെ വിവിധ അംഗങ്ങൾ തമ്മിലുള്ള ബാധ്യതകളെ കുറിച്ച്, കടമകളെ കുറിച്ച്, കടപ്പാടുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് മറ്റൊരു വിഷയം തന്നെ വേണം. ഈ വിഷയം പണ്ട് ISM മറ്റൊരു ക്യാമ്പയിനിൽ ഈ വിഷയം കൊടുത്തിരുന്നു. അത് ഞാനൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതൊരു വലിയ വിഷയം. വ്യക്തി, കുടുംബം, സമൂഹം, ഈ 3 വിഷയം 3 ദിവസം പറഞ്ഞാൽ തീരൂല. പക്ഷെ ഒരു തലക്കെട്ടായി തരികയും അതിനൊരു മണിക്കൂർ നിശ്ചയിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എവിടേക്കാണ് പറയേണ്ടതെന്ന് പിടുത്തം കിട്ടൂല. അതുകൊണ്ട് ചുരുക്കി പറയാം, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ഈ ആദർശത്തിനെയും ഈ വിശ്വാസത്തെയും നമ്മൾ കൊണ്ടുവരണം. അതാണ് യഥാർത്ഥമായ സ്നേഹം. പക്ഷേ ഇത് നടപ്പാക്കുന്നിടത്ത് നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുക. ഒരുത്തരം ചെമ്മാട്ടങ്ങാടിയിൽ ഒരാളെ കണ്ടേ, പഴയ ഗൾഫുകാരനെ, ചെമ്മാട്ടങ്ങാടിയിൽ എന്താ ഇവിടെ നിൽക്കണേ? അപ്പോൾ പറഞ്ഞ എവിടെ കുറെ കാലം കണ്ടിട്ട് എന്താ പോകാൻ പറഞ്ഞേ? ഞാൻ ഇതുവരെ വന്നാണ്. ഏതുവരെ വന്നു വെച്ചപ്പോൾ പറഞ്ഞു ഞാനേ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ബാപ്പാക്കൊരാഗ്രഹം എന്താ, മമ്പുറത്തൊന്ന് പോകണം എന്നും പറയും. ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ ഒരു വണ്ടിയൊക്കെ എടുത്തിക്കണ്. അപ്പം ഞാൻ ബാപ്പാൻ്റെ ആഗ്രഹമല്ലേ, ഇനി നമ്മൾ വരുമ്പോഴത്തേന് ബാപ്പ ഉണ്ടാകുമോ അറിയില്ല, അതുകൊണ്ട് മൂപ്പരൊന്ന് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്പുറത്ത് പോകണേ മോശമല്ലേ. അപ്പോൾ മൂപ്പരെ ഞാൻ പോയിട്ടില്ല. ഞാൻ ആ പാലത്തിൻ്റെ അവിടെ ഇറക്കി ബാപ്പാക്ക് ചൂണ്ടിക്കാണിച്ചു. ഞാൻ അങ്ങോട്ട് പോന്നാ, ഞാൻ അതിനൊന്നും പോയല്ല. ഞാൻ ഇപ്പോൾ ഉസ്താദ് സലഫിൻ്റെ കേസറ്റ് എന്നും കേൾക്കലുണ്ടായിരുന്നു. എന്താ മൂപ്പര സ്നേഹം നോക്കിങ്ങൾ. സ്വന്തം ബാപ്പാനെ ഇനി കിട്ടിയില്ലെങ്കിലോ നരകത്തേക്ക് എറിഞ്ഞു കൊടുക്കാൻ. ഇനി വരുമ്പോഴത്തേന് ബാപ്പൻ്റെ അങ്ങനെ പോയാലോ, ആ സ്നേഹം കൊണ്ട് ബാപ്പാനെ നരകത്തേക്ക് എറിഞ്ഞു കൊടുത്ത് പാലത്തിൻ്റെ അപ്പുറത്ത് വീടി മരിച്ച് കുത്തിരിക്കണോ? ഈ ജാതി സ്നേഹമൊക്കെ കുടുംബത്തിനെ സ്നേഹിച്ചാലല്ലേ നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന അതേ ആഗ്രഹം നമ്മുടെ കുടുംബത്തിലുള്ളവരും സ്വർഗത്തിലെത്തണമെന്ന വിഷയത്തിൽ എന്തേ നമ്മൾ പാലിക്കാത്ത? എല്ലാരെയും കുറ്റം പറയണ ഈ വിഷയത്തിൽ അല്ല. ഗൾഫിലൊക്കെ പോയിട്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ പോയാൽ ഇസ്ലാമതൊക്കെ പഠിച്ച് പിന്നെ നാട്ടിലേക്ക് വരുമ്പോൾ പാൻ്റൊക്കെ നെരിയാണിൻ്റെ മേലെ കുപ്പായ കജിത്തര അങ്ങനെ ഉസാറായിട്ട് നടക്കും. ഓൻ്റെ ഒപ്പം ഉണ്ടാവും ഓൻ്റെ പെണ്ണുങ്ങൾ കുപ്പായ കജിത്തരൊക്കെ ഉണ്ടാകുക. ഓടേണ്ട കുപ്പായം പെണ്ണുങ്ങൾ ഇട്ടേക്കും, പെണ്ണുങ്ങളിടുന്ന കുപ്പായം ഓൻ ഇട്ടേക്കും അല്ലേ. ഹാഫ് കജ്ജും വയറ് പുറത്തൊക്കെ ആയിട്ട് ആകെ ഓനെങ്ങനെ നോക്കിയാൽ മുഖവും മുൻകൈയും അല്ലാതെ ഒന്നും പുറത്ത് കാണൂല. ഓളെ നോക്കിയാലോ ഏകദേശം കാണാത്ത ഭാഗം കമ്മിയാണ്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒപ്പം നടക്കുക, കണ്ണീരട്ടാക്കാൻ വേണ്ടി ഒപ്പം നടക്കുക, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടോ നോക്കുക അല്ലേ. ഒരു വൃത്തികെട്ട സംസ്കാരമുള്ളത്, വൃത്തികെട്ട സംസ്കാരമുള്ള ഒരു ഇസ്സത്ത് വേണ്ട നമുക്ക്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു പെണ്ണ് അന്യ പുരുഷന്മാരുടെ വികാരത്തെ ആകർഷിക്കത്തക്ക രൂപത്തിൽ, അന്യ പുരുഷന്മാരുടെ നോട്ടം അവന്റെ വികാരത്തെ ഇളക്കിത്തരുന്ന രൂപത്തിൽ ഒരു പെണ്ണ് വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ അവൾ വ്യഭിചാരിണിയെ പോലെയാണ് എന്ന് പറഞ്ഞ റസൂലല്ലേ. കാമത്തോടുകൂടി വികാരത്തോടുകൂടി ഒരു പെണ്ണിനെ നോക്കൽ കണ്ണിന്റെ വ്യഭിചാരമാണ് എന്ന് പഠിപ്പിച്ച നമ്മുടെ റസൂലല്ലേ. എന്നിട്ട് നമ്മളെ പെണ്ണുങ്ങളിൽ, നമ്മളെ കുട്ടികളിൽ കണ്ടോമാർക്ക് വ്യഭിചരിക്കാൻ വേണ്ടി തുണിയും കുപ്പായം ഇട്ടുകാണ്ട് അങ്ങാടിക്ക് പറഞ്ഞയക്കണം നമ്മളൊക്കെ ഉളുപ്പില്ലാത്തൊരു നല്ലാതെ എന്താ കൂട്ടിനെ പറയാം. എന്റെ പെണ്ണുങ്ങളെ മറ്റോ വ്യഭിചരിച്ചോട്ടെ, എന്നിട്ട് ഞാൻ അങ്ങനെ തുണി കുപ്പായ കെട്ടോളെ അരക്കുപ്പായ കെട്ട് പറഞ്ഞേച്ചൊക്കെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിർത്തിയൊക്കെ എന്ത് എല്ലാവരും കാണാൻ വേണ്ടി എല്ലാവരും നോക്കുന്നുണ്ടോ? നമുക്കെന്താ ചില ആൾക്കാർ അങ്ങനെയാണ്. അവനാൻ്റെ പെണ്ണുങ്ങൾ ചൊറുക്കുണ്ടോ എന്നോന് ഭയങ്കര കൺഫ്യൂഷനാണ്. എൻ്റെ പെണ്ണുങ്ങൾ ചൊറുക്കുണ്ടോ അവസാനം തീർക്കാൻ വേണ്ടി ഓൻ കണ്ടെത്തിയ മാർഗം എന്താ അറിയോ? ഓൻ പെണ്ണുങ്ങളൊരു വൈക്ക് ഒറ്റക്ക് പറഞ്ഞയച്ചു പറഞ്ഞു.
നല്ല ഡ്രസ്സൊക്കെ ഇട്ടുണ്ട്. ഓളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ ബസ് എത്തുമ്പോൾ ഇങ്ങനെ ഒളിഞ്ഞിന്ന് നോക്കിയായിരുന്നു. ആൾക്കാർ ഓളെ നോക്കുന്നുണ്ടോ? ആ നോക്കുന്നുണ്ട്. നോക്കി, കുഴപ്പമില്ല. ഏകദേശം 50% ആൾക്കാർ നോക്കുന്നുണ്ട്. ഓന് സമാധാനമായി. ഈ ജാതി അളവുകോലായിട്ട് നടക്കുന്ന വൃത്തികെട്ട ആൾക്കാരെ നമ്മൾ മാറുന്നത്. നമ്മളെ പെണ്ണിന്റെ സൗന്ദര്യം നമുക്കില്ല, അത് നാട്ടുകാർക്ക് ആസ്വദിക്കാതെ. നമ്മളെ പെണ്ണിനൊരുത്തൻ തോണ്ടി അറിഞ്ഞാൽ, നമ്മളെ പെണ്ണിനെ ഒരുത്തൻ തോണ്ടി അറിഞ്ഞാൽ ഓനെ പിടിച്ച് നമ്മളില്ല ശരിയാക്കൂല. എൻ്റെ പെണ്ണുങ്ങളെ തോണ്ടേ ആ ബെരല് നമ്മൾ മുറിച്ചു. എന്നാൽ നമ്മളെ പെണ്ണുങ്ങളെയും കുട്ടികളെയും മറ്റുള്ളവരും കണ്ണുകൊണ്ട് വ്യഭിചരിച്ചിട്ട് അതിനും വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്ത പിമ്പുകളായി നമ്മൾ മാറരുത്, വൃത്തികെട്ടവരായിട്ട് മാറരുത്. നമ്മുടെ കുടുംബം സ്വർഗത്തിലേക്ക് എത്തണം. ആ സ്വർഗത്തേക്ക് നമ്മൾ മാത്രം അങ്ങനെ 50 പൈസൻ്റെ കീസ് മുടിച്ചാൽ കയറിയാൽ പോരാ. നമ്മളെ പെണ്ണുങ്ങൾ വേണം, നമ്മുടെ കുട്ടികൾ വേണം. സംതൃപ്തമായ സ്നേഹിക്കുന്ന കുടുംബം നമ്മുടെ കൂടെ സ്വർഗത്തിലെത്തണം. അതിനെന്താ മാർഗതരങ്ങൾ? ഈ ഇരിക്കണ പോലെ മതത്തിന്റെ എല്ലാ വിഷയത്തിലും നമ്മൾ ഒന്നാവണം. എടി നിസ്കരിച്ചോ, നിന്റെ കുടുംബത്തോട് നീ നിസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കണം. അതിൽ നീ അടിയുറച്ച് ക്ഷമയോടുകൂടി നിൽക്കുകയും വേണം. ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞത് എന്റെ ബഹുമാനപ്പെട്ട അധ്യാപകൻ KK മുഹമ്മദ് സുല്ലമയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താ? ഒരു പക്ഷേ വീട്ടിൽ നമ്മൾ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുക, പെണ്ണുങ്ങൾ നിസ്കരിച്ചോ? അപ്പൊ പെണ്ണുങ്ങൾ പറയും, ഞാൻ എങ്ങനെ നിസ്കരിക്കുക? കുട്ടി ഉറങ്ങിയിട്ടില്ല, ഇത് ഉറങ്ങുമ്പോൾ 3 മണിയാവും, ഞാൻ എന്താ നിസ്കരിക്കുക? എന്നാൽ കാര്യം ചെയ്യും, ഒന്നുണ്ടാക്കി നിസ്കരിച്ചോ. നമ്മൾ ആ കുട്ടിനെ തൊട്ടിക്കാരിങ്ങോട്ട് വാങ്ങുക, ഓള് നിസ്കരിക്കണവരെ നമ്മൾ കുട്ടിനെ തൊട്ടിയിലാട്ടുക. എന്നിട്ട് ഓള് നിസ്കരിച്ചിട്ട് കുട്ടിനെ ഓളെ ഏൽപ്പിച്ചിട്ട് നമുക്ക് നിസ്കരിക്കാൻ പള്ളിക്ക് പോകാം. എന്തേ? നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കണേ നമുക്ക് സ്വർഗത്ത് പോകാനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഷ്ടപ്പാടിലും നമ്മുടെ കൂടെ നമ്മളെക്കാളേറെ കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെ കൂടി ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തേ നമുക്ക് ശ്രമിച്ചൂടെ? ശ്രമിക്കണം, നമ്മളൊക്കെ ശ്രമിക്കണം. കുടുംബം, ഒരു മുസ്ലിം കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടേന് അവിടെ. അല്ലാതെ അങ്ങനെ വലിയ പേരുണ്ടാക്കിയാണ്ട് പെരപ്പണി അടക്കുമ്പോൾ അങ്ങനെ വാതിൽക്ക് മാഷാ അല്ലാഹ് എന്നൊക്കെ എഴുതി വെച്ച് കണ്ട് ചൊറുക്കിൽ ഇങ്ങനെ ഓലെ ഖുർആന്റെ വചനങ്ങളൊക്കെ എഴുതി വെച്ച് ചില ആൾക്കാർ കണ്ണീരിട്ടടക്കാനും ചില ആൾക്കാർ കുറച്ച് വിവരമുള്ള ആളാണെന്ന് അറിയാനൊക്കെ പല രൂപത്തിൽ ഇജാതി സംവിധാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ പെരയിൽ. പെരങ്ങനെ ഉണ്ടാക്കി വലിയ പെര. അപ്പൊ ഒരു നിസ്കാര റൂം ഇപ്പൊ പെരന്റെ ഒരു സ്റ്റൈലാ. പെരി കയറിയാൽ ആദ്യം അവിടെ വീടൊക്കെ ഒന്ന് കാണല്ലേ, ആദ്യം പറയാം മോരെ ഇത് നിസ്കാരമുറി കേട്ടോ. അവിടെ ഒരു മുസല്ലി ഒരു തസ്ബീമാലൊക്കെ തൂക്കി. എവിടെയാ നിസ്കാരമുറി ഉണ്ടാക്കിയ ഞങ്ങള്? പെരങ്ങനെ ഉണ്ടാക്കിയപ്പോ ഒരു കോണിക്കൂടിന്റെ ഉള്ളിൽ ഇങ്ങനെ പോകുന്നുണ്ട് വളഞ്ഞുകൊണ്ട്. അപ്പൊ അവിടെ നിന്നാ ബാത്റൂം ഉണ്ടാക്കിയായിരുന്നു. ബാത്റൂം പറ്റൂല, കാരണം ക്ലോസറ്റ് കുത്തുന്ന നീച്ചുമ്പോ തല മുട്ടും പറഞ്ഞു മേലെ അത്ര ഉയരമുള്ളു ചെരിഞ്ഞുകൊണ്ടാണ്. എന്നാ അപ്പൊ എന്താ കാട്ടുക? ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിസ്കാരമുറി ആക്കാറ്. അപ്പൊ നിസ്കാരമുറി ആക്കുമ്പോ തല മുട്ടൂലേ? അത് നിസ്കരിച്ചുമ്പോഴല്ലേ മുട്ടുള്ളൂ. നിസ്കരിച്ചാൽ ഞാൻ പോരെ, ആരാ നിസ്കരിച്ചാലില്ല നിസ്കാരമുറിയില്? ഈ ജാതി ഒരു തരം ജാടകളായി മാറിയൊക്കെ ജീവിതമൊക്കെ. വിവരമൊക്കെ അങ്ങനെ നമ്മളെ മതപ്രബോധന പ്രസ്ഥാനങ്ങളൊക്കെ എത്രങ്ങാനോ വളർന്ന് എത്രങ്ങാനോ പള്ളി, എത്ര പള്ളി നോക്കി കൊണ്ടോട്ടിന്ന് ഇവിടെ എത്തുമ്പോൾ എത്രങ്ങാനും പള്ളിയരങ്ങൾ. ഈ പള്ളിയിലൊക്കെ പ്രസംഗവും പണ്ഡിതന്മാരും നന്നാക്കലും നന്നാവലും ഒക്കെ ഉണ്ടല്ലോ. എന്നിട്ട് എവിടെ നമ്മൾ നന്നായത്? പുറം പൂച്ചുകളിൽ. പണ്ടൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട് അതിനാ സിസ്റ്റം. ഒരു തൊപ്പിയൊക്കെ വെച്ച് വലിയ ജുബ്ബൊക്കെ ഇട്ട് ഒരു ദസ്ബീമാലൊക്കെ ആയിട്ട് നടക്കാനുള്ളൂ, വേറൊന്നുമില്ല. ആണ്ടിലൊരു നേർച്ചയും പിന്നെ റബീലവലും അതിൽ കഴിഞ്ഞു പോലെ ദീന്. ഏകദേശം അതേ ഒരു അവസ്ഥ നമ്മുടെ ചെറുപ്പക്കാരെ അടക്കം തൊപ്പിയൊക്കെ ഇട്ടുകാണ്ട് കാറിന്റെ മുമ്പിൽ ദസ്ബീമാലൊക്കെ തൂക്കിയിട്ട് കാണ്ട് അങ്ങനെ കണ്ടാലോ അങ്ങനെ ഭയങ്കര സാധനമാണ്. എന്നാലോ ഉള്ളിക്കിട്ട് ഇറങ്ങി ചെന്നാലോ ഇസ്ലാം ദീനിന്റെ പൊടി പോലും എവിടെയും കാണാനില്ലാത്ത അവസ്ഥ, ദുരന്തപൂർണമായ അവസ്ഥ. ഈ അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിലെങ്കിലും ഉണ്ടാവരുത്. തൗഹീദ് ഉൾക്കൊണ്ട. അപ്പൊ ഇവിടെ എന്റെ മുമ്പ് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസംഗിച്ചു, 1/2 മണിക്കൂറെ പ്രസംഗിച്ചത്. പക്ഷെ തൗഹീദിന്റെ കാമ്പണ പറഞ്ഞു. അത്ര തൗഹീദിന്റെ കാതൽ ഉൾക്കൊണ്ട നമ്മളെ സംബന്ധിച്ച് എന്തേ ഈ തൗഹീദിന്റെ ഗുണഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല? ഇത്തരം ക്യാമ്പുകളിലൊക്കെ നമ്മളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കേണ്ടേ. മറ്റുള്ള നമ്മളിപ്പോൾ ഒരു പ്രസംഗം കേൾക്കാം, എങ്ങോട്ടാ പ്രസംഗം കേൾക്കാൻ പോകുക, വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണ്. എങ്ങോട്ടാ? അവിടെ ഭയങ്കര പ്രസംഗമുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോയി. എന്താ പ്രസംഗം? അടിപൊളി പ്രസംഗേനി. എന്തേനി? എല്ലാവരും നന്നായി പറഞ്ഞിക്കണ്, എല്ലാവർക്കും നന്നായി കൊടുത്തിക്കണ്. ഓരോരുത്തരെ കണ്ണുമോറും ഇങ്ങനെ കാണണ്ടീന്, ഇഷ്ടം പോലെ കിട്ടിക്കണ് എല്ലാവർക്കും. നമുക്കെന്താ കിട്ടിയേ? നമുക്കൊന്നും കിട്ടിയില്ല, നമുക്ക് വണ്ടിക്കൂലി പോയി കിട്ടി. പ്രസംഗം അടിപൊളിയേനി. എന്തേനി വിഷയം എന്താന്ന് ചോർമല്ല, പക്ഷെ ഭയങ്കര പ്രസംഗേനി കേട്ടോ. ഇതാണ് നമ്മളൊക്കെ സമ്മേളനത്തിന്റെ വിലയിരുത്തലുകൾ, ക്യാമ്പിന്റെ വിലയിരുത്തലുകൾ. പക്ഷേ എന്തായിരുന്നു സമ്മേളനം, എന്തായിരുന്നു പ്രസംഗം എന്ന് ചോദിച്ചാൽ, ഇതാ എന്റെ ജീവിതത്തിലേക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ, എന്റെ ജീവിതത്തിൽ ഇന്ന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ഈ സമ്മേളനം കാരണമായെങ്കിൽ ഇതിനു വേണ്ടിയുള്ള 2 മാസത്തെ നിങ്ങളുടെ അധ്വാനങ്ങളും നിങ്ങളുടെ ചെലവുകളും സാർത്ഥമായി എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിന്റെ 3ാമത്തെ ഭാഗം സമൂഹമാണ്. ഒരു മുസ്ലിമിന് ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത അവന്റെ ജീവിതത്തിന്റെ മേഖലയാണ് അവൻ ജീവിക്കുന്ന സമൂഹം.
ഒറ്റക്ക് എനിക്കെന്റെ സമുദായത്തിന്റെ ഒരവസ്ഥ അറിയേണ്ട, സമൂഹത്തെക്കുറിച്ച് ഒന്നും അറിയേണ്ട, ഞാനിങ്ങനെ ജീവിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഒരു വിശ്വാസമുള്ള ഈമാനുള്ള മുസ്ലിമിന് സാധിക്കുകയില്ല എന്ന് ഇസ്ലാമിന്റെ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ സമൂഹത്തോട് നമുക്ക് ബാധ്യതയുണ്ട്. ഏത് രൂപത്തിലും നമ്മുടെ അയൽവാസിയാവട്ടെ, നമ്മുടെ നാട്ടിലുള്ളവനാവട്ടെ, സുഹൃത്താവട്ടെ, പരിചയമുള്ളവനാവട്ടെ, ഇല്ലാത്തവനാവട്ടെ, മനുഷ്യനാവട്ടെ, ജന്തുവാവട്ടെ, ഈ പ്രകൃതിയാവട്ടെ, ഇതിനോട് മുഴുവനും ബാധ്യതകൾ നിർവഹിക്കുവാൻ പഠിപ്പിച്ച മതമാകുന്നു നമ്മുടെ മതമായ ഇസ്ലാം. അല്ലേ? സമൂഹത്തോട് നമുക്കുള്ള ഏറ്റവും വലിയ ബാധ്യത, നമ്മുടെ ചില സഹോദരന്മാരൊക്കെ പറഞ്ഞു, ഒരു സമൂഹത്തോട് നമുക്കുള്ള ഏറ്റവും വലിയ ബാധ്യത സമൂഹത്തിലെ എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുക്കലാണ്, അല്ല എല്ലാവർക്കും മരുന്ന് വാങ്ങി കൊടുക്കലാണ്, അല്ല എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കലാണ്, അല്ല കിണർ കുത്തി കൊടുക്കലാണ്, അല്ല കക്കൂസ് ഉണ്ടാക്കി കൊടുക്കലാണ്. പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായി. പക്ഷേ സമൂഹത്തോട് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത, ആ സമൂഹത്തിലെ ഓരോ വ്യക്തിയും നാളെ റബ്ബിന്റെ അടുത്ത് ശിക്ഷിക്കപ്പെട്ടുകൂടാ എന്ന ആഗ്രഹമാണ്. ജൂത പെണ്ണ് രോഗിയായി മരണം കാത്ത് കിടക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സന്ദർശിക്കാൻ ചെന്നു. പെണ്ണിന്റെ വാപ്പന്റെ അടുത്ത് ഏകദേശം മരണത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു ആ സ്ത്രീ, ആ പെൺകുട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് പറഞ്ഞത്, എടേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ല്. ഈ പെൺകുട്ടി ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കി. ജൂതനാണ്. ബാപ്പ പറഞ്ഞു, മുഹമ്മദ് എന്താണോ പറഞ്ഞത് കേട്ടള. ആ പെൺകുട്ടി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അവൾ കണ്ണടച്ചു. നോക്കിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ബാധ്യത നിർവഹിച്ച മനോഹരമായ ചിത്രങ്ങളാണ്, ചീന്തുകളാണ് ആ പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത്. അല്ലേ? ഒരു സമൂഹത്തിൽ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, ഒരാളെപ്പോലും ചെറിയ രൂപത്തിൽ പോലും നോവിക്കാതെ അവർക്ക് ആശ്വാസമായി, അവർക്ക് ശാന്തിയായി ജീവിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കണം. ഈ കാര്യത്തിൽ നമുക്ക് വളരെ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. നോക്കിങ്ങള്, പ്രവാചകനും അനുയായികളും ഇരിക്കുന്ന ഒരു സദസ്സ്, ആ സദസ്സിലേക്ക് ഒരു സ്ത്രീ കയറി വന്നു. സന്തോഷത്തോടു കൂടിയാ വരുന്നത്. എന്തേ? അവരുടെ കയ്യിലൊരു പൊതിയുണ്ട്. അവരാ പൊതി പ്രവാചകന് കൊടുത്തു. പ്രവാചകൻ ആ പൊതി അടിച്ചു. മനോഹരമായ ഒരു മുന്തിരിക്കൊല, ആ സ്ത്രീയുടെ വീട്ടിലെ കൃഷിയിടത്തിൽ ആദ്യമായിട്ടുണ്ടായ മനോഹരമായ മുന്തിരിക്കൊല, അതുമായിട്ടാ വന്നത്. പ്രവാചകൻ ആ മുന്തിരിക്കൊല അങ്ങനെ കണ്ടു, എല്ലാവരും കണ്ടു. ആ സ്ത്രീ നോക്കി നിന്നു. പ്രവാചകൻ ഒരു മുന്തിരി എടുത്തു തിന്നു. സാധാരണ പ്രവാചകന്റെ സദസ്സിലെ പതിവ് എന്താ അറിയോ? ആരെങ്കിലും പ്രവാചകന് തിന്നാനുള്ളതോ കുടിക്കാനുള്ളതോ ഒരു ഗ്ലാസ് പാലെങ്കിലും ആരെങ്കിലും പ്രവാചകന്റെ സദസ്സിലേക്ക് കൊണ്ടുവന്നാൽ പ്രവാചകൻ അത് കുടിച്ച ശേഷം വലതുഭാഗത്തേക്ക് കൈമാറും. അങ്ങനെ വലതുഭാഗത്തേക്ക് ഒരു സദ്യക്കൊക്കെ ചോറ് വിളമ്പുമ്പോഴും സാധനം കൊടുക്കുമ്പോഴൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെ നോക്കി അവിടെ അല്ലേ കൊടുക്കണ്ടേ? വലതുഭാഗത്തേക്ക് ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു വരാം. പ്രവാചകൻ തന്റെ വലതുഭാഗത്തേക്ക് കൊടുക്കും. അപ്പൊ വലതുഭാഗത്തുള്ള ആള് ഇപ്പൊ കിട്ടും കരുതി ഇങ്ങനെ നിൽക്കുക. ഒരു മുന്തിരി റസൂൽ തിന്നു, രണ്ടാമത്തെ മുന്തിരി റസൂൽ തിന്നു, മൂന്നാമത്തെ മുന്തിരി റസൂൽ തിന്നു. അങ്ങനെ അങ്ങനെ നോക്കി നിൽക്കെ മുന്തിരിമ പച്ച തീരല്ലാതെ കറുത്ത ഒരു നാരിങ്ങനെ ബാക്കിയായി. മുന്തിരി മുഴുവൻ കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ ആൾക്കാർ എന്തേപ്പത് അത്ഭുതം സംഭവിച്ചല്ലോ. ആ സ്ത്രീ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി ഇറങ്ങിപ്പോയി. അപ്പൊ ഇവർ ചോദിച്ചു, എന്ത് റസൂലെ പതിവില്ലാതെ? എന്താ ഇങ്ങനെയല്ലല്ലോ പതിവ്, എന്തേ പതിവില്ലാതെ മുഴുവനും തിന്നത്? ആ സ്ത്രീ പോയി എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ റസൂൽ പറഞ്ഞു, അതെ ആ മുന്തിരി ആ സ്ത്രീ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് തന്ന്. പക്ഷെ ആ മുന്തിരി വല്ലാത്ത പുളിയുള്ള മുന്തിരിയാണ്. ഞാനെങ്ങാനും ആ മുന്തിരി ഇങ്ങക്ക് തന്നിക്കണമെങ്കിൽ ഓരോ മുന്തിരി തിന്നുമ്പോഴും അതിന്റെ അടയാളം നിങ്ങളുടെ നെറ്റിയിൽ ഇങ്ങനെ കാണും. ആ പുളിയായി അത് ആ പെണ്ണിനെ വല്ലാതെ വേദനിപ്പിക്കും. ഞാൻ റസൂലുള്ളാഹിക്ക് ഒരു സാധനം കൊടുത്തിട്ട് അത് പുളിച്ചതായല്ലോ, ആ പെണ്ണ് വേദനിക്കാതിരിക്കാൻ വേണ്ടി ആ പുളി മുഴുവൻ നോക്കിങ്ങള്, ഒരു മുന്തിരിക്കൊലയിൽ ആ മുന്തിരി പുളിക്കുന്ന മുന്തിരി മുഴുവൻ തന്റെ നെറ്റിയിൽ ആ പുളിയുടെ ഒരു ചാല് പോലും വരാത്ത വിധം സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ തിന്നങ്ങോട്ട് തീർത്തു. എന്തിനറിയങ്ങള്? ആ സ്ത്രീയുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ. എവിടെ നമ്മളൊക്കെ കിട്ടിയ രക്കത്തിന് ഒരാളൊന്ന് വേദനിപ്പിക്കാൻ സമയം കിട്ടിയാൽ അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും ഓനത് കിട്ടണം എന്ന പ്രാർത്ഥനയുമായി നടക്കുന്ന നമ്മളൊക്കെ ആ പ്രവാചകൻ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് എത്ര ദൂരെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. സമൂഹത്തോടുള്ള കടമകൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ എണ്ണി പറയാൻ ദിവസങ്ങൾ തികയില്ല. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സമൂഹത്തിന് ഗുണം മാത്രം നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ പോലും ഗുണത്തിന് വേണ്ടിയാവണം. കണക്ക് അവിടെ നല്ലൊരു പ്രസംഗം വെക്കണം,
ആരെ കൊണ്ടേ നമുക്ക് മറ്റേയാളെ കൊണ്ടുവരാം, നല്ല ചീത്ത പറയണം, എന്നിട്ടോ നന്നായി പറയട്ടെ, നന്നായി കിട്ടട്ടെ ഓൽക്ക് എന്ന് വിചാരിച്ച് വയലിൽ വെച്ചാലേ മൈക്കിന്റെ ചാർജാണ് പോയി കിട്ടും, വാടക പോയി കിട്ടും എന്നല്ലാതെ പടച്ചോന്റെ അടുത്ത് 5 പൈസന്റെ ഗുണം കിട്ടൂല. നേരെ മറിച്ച് പ്രവാചകന്മാർ തങ്ങൾ എന്തിനാണ് പ്രബോധനം ചെയ്തത് എന്ന് പഠിപ്പിച്ചു തന്നു. ഓരോ പ്രവാചകരും പറഞ്ഞത് ഇന്നീ ലക്കും നാസിഹുൻ അമീൻ, ഇന്നീ ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായ ഗുണകാംക്ഷിയാണ്. നിങ്ങൾക്ക് ഗുണമുണ്ടാവണം, നിങ്ങൾക്ക് നാളെ പരലോകത്ത് ദോഷമുണ്ടാവരുത്, നിങ്ങൾ നരകത്തിലെത്തരുത് എന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഗുണകാംക്ഷിയാണ് ഞാൻ എന്ന മനസ്സോടുകൂടിയാവണം നമ്മുടെ ദഅ്വാ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളും ഒക്കെ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കണം. ഞാൻ ഈ 3 വിഷയത്തെക്കുറിച്ചും ചുരുക്കി ചില പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞെന്ന്. അതിനുള്ള സമയം നമ്മുടെ മുമ്പിലുള്ളൂ. നീട്ടി വേണമെങ്കിൽ എത്രയും പറയാമെന്ന് സംഘാടകർ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അത്ര പറയാനുള്ള സമയം എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ നിർത്തുകയാണ്. 1 മണിക്ക് നിർത്തണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഏകദേശം അപ്പുറം നിർത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഇസ്ലാം കൽപ്പിച്ച ബാധ്യതകൾ മുഴുവനും കൃത്യമായിട്ട് രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും നമ്മൾ അനുഷ്ഠിക്കുക. പരസ്യ ജീവിതത്തിൽ മാത്രമല്ല, രഹസ്യ ജീവിതത്തിന് വലിയ കൂലിയുണ്ട് അല്ലേ? നാളെ പരലോകത്ത് അള്ളാന്റെ പ്രത്യേകമായ സംരക്ഷണം കിട്ടുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ റസൂൽ എന്താ പറഞ്ഞറിയോ? അള്ളാഹുവിനെ ഓർത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞ കണ്ണ്, 3 കണ്ണ് അഥവാ 3 സ്വഭാവമുള്ള കണ്ണുകൾ നരകത്ത് പോകില്ല എന്നാ. ആ കണ്ണിന്റെ ഉടമസ്ഥന്മാർ നരകത്ത് പോകില്ല. ഒന്ന് ഏതാ അറിയോ? ഒന്ന് ഹറാമായ ഒരു വസ്തുവിലേക്ക് നോക്കേണ്ടി വരുമ്പോ അത് ഹറാമാണെന്ന് മനസ്സിലാകുമ്പോ കണ്ണ് ചിമ്മുക, അത് നോക്കാതെക്കുക. 2 എന്താ നിങ്ങള്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണ്, അള്ളാന്റെ ദീനിന് വേണ്ടി, അള്ളാന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉറക്കമൊഴിച്ച കണ്ണുകൾ, ആ കണ്ണിന്റെ ഉടമസ്ഥൻ നരകത്ത് പോകില്ല. 3ാമത്തെ കണ്ണ് ഏതാ നിങ്ങള്? അള്ളാഹുവിനെ ഓർത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞ കണ്ണ്. വയലിൽ കരഞ്ഞല്ല. വയലിൽ ഇപ്പൊ ഞാനൊരു കഥയൊക്കെ പറഞ്ഞ് എന്റെ തൊണ്ടയൊക്കെ നെടറി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെ കണ്ണും നനയും. അതല്ല, ആ കരച്ചിലല്ല. TV-യിൽ സീരിയൽ കണ്ടാൽ കരയുന്ന ആൾക്കാരെ നമ്മൾ വെറുതെ അഭിനയിച്ചു കണ്ട് പൈസ വാങ്ങാൻ വേണ്ടി ഓലെ അഭിനയിക്കുകയാണെന്ന് ഉറപ്പുണ്ടായിട്ടും അത് കണ്ടിട്ട് കരഞ്ഞ മനുഷ്യന്മാരെ നമ്മള്. കരയാൻ നമുക്ക് അത്ര പണിയൊന്നും വേണ്ട. പക്ഷേ അള്ളാനെ ഓർത്ത് ഒറ്റക്കിരുന്ന് കരയ, പടച്ചോര എന്തപ്പ എന്റെ അവസ്ഥ. ആൾക്കാരൊക്കെ മുമ്പിൽ ഞാൻ ആരാണ്, വളരെ ഉഷാറല്ലേ, പടച്ചോര എന്റെ കാര്യം എനിക്കല്ല അറിയുള്ളൂ. ഈ തിന്മയുടെ പാണ്ടക്കെട്ടും പേറി ഞാൻ നാളെ നിന്റെ മുമ്പിൽ വന്നാൽ ഞാൻ ചെയ്ത വൃത്തികേടുകളൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ വലിച്ചിടുമ്പോ പടച്ചോനെ എന്റെ കുട്ടികൾ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കുക, എന്റെ ഭാര്യ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കുക, എന്റെ ഭർത്താവ് എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കുക, എന്താ പടച്ചോനെ എന്റെ അവസ്ഥ എന്നോർത്ത് അള്ളാഹുവിനെ ഓർത്ത് ഒറ്റക്കിരുന്ന് കരയുന്ന കണ്ണിന്റെ ഉടമസ്ഥരായി നമ്മൾ മാറണം. ആ കണ്ണീര് ലോകത്ത് വീഴുന്ന, നിലത്ത് വീഴുന്ന 2 തുള്ളികൾ നമ്മളെ പടച്ചോന്റെ അടുത്ത് രക്ഷപ്പെടുത്തുന്ന ഒന്നെന്താ അറിയോ? രക്തസാക്ഷി യുദ്ധക്കളത്തിൽ അവന്റെ ശരീരത്തിൽ നിന്നും താഴെ വീഴുന്ന ചോരത്തുള്ളികൾ, അത് നാളെ പടച്ചോന്റെ അടുത്ത് നമുക്ക് സഹായം ചെയ്യും. മറ്റൊന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ് കണ്ണിൽ നിന്നും താഴെ വീഴുന്ന കണ്ണീർ തുള്ളികൾ. അതിന് വലിയ പണിയാ. അതിങ്ങോട്ട് ഉറ്റി കിട്ടണ്ടേ അല്ലേ? എന്തിനും നമ്മൾ നിലവിളിച്ച ഗൾഫിക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ കാര്യം, റൂമിലെത്തിയാൽ കാര്യം, ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ കാര്യം. പെണ്ണുങ്ങളെ മുമ്പിൽ കരയണ ഭർത്താക്കന്മാരുണ്ട്, ഭർത്താക്കന്റെ മുമ്പിൽ കരച്ചിൽ നിർത്താത്ത പെണ്ണുങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കാര്യം. പക്ഷെ പടച്ചോനെ കുറിച്ച് ഓർത്തിട്ട് ഇങ്ങോട്ട് കിട്ടണ്ടേ ഒരു തുള്ളി കണ്ണീര്. വല്ല കരിമ്പ് ജ്യൂസിന്റെ മിസിയിൽ വെച്ച് തിരിച്ചാൽ പോലും ഒരു തുള്ളി പടച്ചോനെ ഓർത്തിങ്ങോട്ട് വരാത്ത വിധം വറ്റിപ്പോയോ സുഹൃത്തെ നമ്മുടെ തെക്കുവയും നമ്മുടെ ഈമാനും ഒക്കെ. അതുകൊണ്ട് വ്യക്തി ജീവിതം നന്നാക്കുക. അള്ളാഹുവിന്റെ കൺമുമ്പിലാണ് ഞാൻ എന്ന ബോധം ഉണ്ടെങ്കിൽ കുറേ നമുക്ക്. ഞാൻ ഇപ്പം നിങ്ങളൊക്കെ ക്ലാസ് റൂമാണ്, ഞങ്ങൾ അധ്യാപകനാണ്. ഞാൻ പറഞ്ഞു, എടാ എല്ലാവരും പുസ്തകത്ത് വായിച്ചോളി, ഞാൻ ഇപ്പം വരാറുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ അടുത്ത ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു, മാഷ നിങ്ങൾ ചെയ്ത് ക്രൂരതയായിട്ടോ, എന്തേ ഞാൻ ക്ലാസ്സിലെ ബഹളം, കുട്ടികളൊക്കെ പാടെ കൂടി സ്കൂളിന്റെ പുറത്ത് കയറി ആകെ ബഹളേരി. ഞാൻ പറഞ്ഞു അതുണ്ടാവില്ല, ഞാൻ അവരോട് വായിക്കാൻ പറഞ്ഞാണല്ലോ. ഒറ്റയൊന്നും വായിച്ചിട്ടില്ല, എല്ലാവരും കച്ചറടിക്കേനി. പിറ്റേ ദിവസം എനിക്കത് നോക്കണല്ലോ. ഞാൻ കുട്ടികളോട് പറഞ്ഞോടാ എല്ലാവരും വായിച്ചോളൂ, ഞാൻ അപ്പം വരാറുണ്ട്. ഇപ്പം വരാറുണ്ട്. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നേ, ഇവിടെ ജനാൽക്ക് വന്നുകൊണ്ട് പതുക്കെ പാടി വെക്കി. ക്ലാസ് ഇന്നലത്തെ പോലെ തന്നെ ആകെ ബഹളം, മാസ്റ്റ് പോയല്ലോ. പക്ഷെ ഒരു കുട്ടി അത് കണ്ടു, ഇങ്ങനെ വായിച്ചാണ്. അപ്പൊ അടുത്തുള്ളവനെ തോണ്ടുന്നുണ്ട്, വലിച്ചിട്ടുണ്ട്, എടാ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ അങ്ങോട്ടൊന്നും നോക്കണില്ല, കാരണം ഞാൻ അവിടുന്ന് നോക്കണവൻ കണ്ടുക്കണ്. അയാൾ വന്നാൽ സുഖം ഉണ്ടാവില്ല, ഓനറിയാം. അവസാനം ചോണ്ടി നോക്കിയാൽ മാഷണ നോക്കണം. 2ാമത്തോനും കണ്ട് ഓനും വായിച്ചു തുടങ്ങി. ബാക്കിയുള്ളവരൊക്കെ ബഹളാണ്. ഇവർ 2ആളും പെരും വായന എന്താ മാഷ് കാണുന്നുണ്ട്.
ഈ ലോകത്ത് അഴിമതിയും വൃത്തികേടും തോന്നിയാസം പരിധി വിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആരാണ് ചെയ്യണറിയോ? പടച്ചോൻ കാണുന്നുണ്ട് എന്ന് അറിയാത്തോല. നമ്മൾ അങ്ങനെയല്ല. ഓരോ സെക്കൻഡും റബ്ബ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞിട്ട് നമ്മളും ആ കൂട്ടത്ത് കൂടിയാലേ അത് ഞാൻ പൊറുക്കുവോ? ഇങ്ങനെ ഞാൻ ഇന്നവിടെ കണ്ടുകിട്ട് കുട്ടികള്, എന്നെ കാണാത്ത കുട്ടികൾ കളിച്ചാല് എനിക്ക് അത് ക്ഷമിക്കാൻ കഴിയും. എന്നെ കണ്ടിട്ട് ഒരുത്തം കളിച്ചാലോ ഞാൻ ഓനെ 4 പൊട്ടിക്കും. എടാ നിന്നെ കണ്ടിട്ടും കളിച്ചില്ലേ, മറ്റൊരു കാണായിട്ടാ കളിച്ചേ. നമ്മൾ അറിഞ്ഞുകൊണ്ട് കളിച്ചാൽ പടച്ചോന്റെ അടുത്ത് നമ്മൾ രക്ഷപ്പെടൂല കേട്ടോ. നമ്മളൊക്കെ ഇസ്ലാഹി പ്രവർത്തകരാണ്, ഇസ്ലാം ദീന് അറിഞ്ഞവരാണ്, ദീനിന്റെ ജീവിക്കുന്ന മാതൃകകളായി മാറേണ്ടവരാണ്. സംഘടനാ പ്രവർത്തകരോടൊക്കെ ഒരു വാക്കും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എനിക്കൊരു സുഹൃത്തിനെ കിട്ടി ഗൾഫിൽ നിന്ന്, നല്ല പണക്കാരനാണ്, സമൂഹത്തിന് വേണ്ടി എത്ര പണം ചെലവഴിക്കാനും മടിയില്ലാത്തൊരു സുഹൃത്താണ്. ഓനിങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനമൊക്കെ കേട്ടറിഞ്ഞ് അയക്കിന് വരാൻ തുടങ്ങിൻ്റെ പിറ്റേന്ന് തന്നെ വൈകുന്നേരം ആരൊക്കെയോ കണ്ടു, ഓലപ്പാക്കാൻ വേണ്ടി കുറേ ചർച്ച. അതിനുശേഷം വേറെ ആരോ വന്നു, ഓലപ്പാക്കാൻ വേണ്ടി കുറേ ചർച്ച. എല്ലാം കൂടെ കഴിഞ്ഞ് അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാ, ഞാൻ നിങ്ങൾ വിളിച്ച കൂട്ടത്തിൽ ഞാൻ വിട്ടുട്ടോ, ഞാൻ അയക്കില്ല, ഞാൻ അങ്ങനെ ഒറ്റക്ക് പോയിക്കോളാറുണ്ട്. അല്ലേ? സുന്ദരമായ ഒരു മതത്തിനെ നമ്മുടെ വൃത്തികേടുകളും നമ്മുടെ വേണ്ടാത്തരങ്ങളും അതിനെ ദുഷിച്ചായിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ തോന്നിപ്പിച്ചാൽ സഹോദര